സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കിക്കൊണ്ട് ഒരു വേദഭാഗം വായിക്കേണ്ടതുണ്ട്. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് വചന വിശകലനത്തിലേക്കും പഠനത്തിലേക്കും ധ്യാനത്തിലേക്കും പ്രവേശിക്കാൻ കർത്താവ് അവസരം തരട്ടെ. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വായിച്ച ഈ വചനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരും മുമ്പ് വളരെ വിപുലവും വിസ്തൃതവുമായ ഒരാശയം എന്ന നിലയിൽ ഞാനതിനെ വളരെ ചുരുക്കി ഈ വചനത്തിൻ്റെ 2 തലങ്ങൾ വിശദീകരിക്കേണ്ടതിനാണ് ഇന്ന് പ്രാർത്ഥനയോടെ ഇവിടെ നിൽക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ 2 വശങ്ങൾ. നമ്മളൊന്ന് അറിയുന്നത് പോലെ ഒന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്, അടുത്തത് ആത്മാവിലെ സ്വാതന്ത്ര്യമാണ്. എ സ്പിരിച്വൽ ഫ്രീഡം ആസ് വെൽ ആസ് എ ഫിസിക്കൽ ഓർ മെറ്റീരിയൽ ഓർ പൊളിറ്റിക്കൽ ഫ്രീഡം. ഇതാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. ഈ സ്വാതന്ത്ര്യം എന്ന പദം ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതൊരു അനിയന്ത്രിതമായ ജീവിത വ്യവഹാരത്തിൻ്റെ പേരല്ല. എനിക്ക് തോന്നും പോലെ ജീവിക്കുമെന്നുള്ള ഒരു വാദവുമല്ല. സ്വാതന്ത്ര്യമെന്ന പദത്തിന് അർത്ഥവ്യാപ്തിയുള്ളതുപോലെ വലിയ നിയന്ത്രണം കൂടിയുള്ള ഒരു പദമാണ് അത്. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഈ വഴി നിങ്ങൾക്കും എനിക്കുമൊക്കെ ഉള്ളതാണ്. ഈ വഴിയിലൂടെ ഒരു കർഷകൻ അദ്ദേഹം ചെയ്യുന്ന ജോലിയുടെ ഭാഗമായി ഒരു ഏണി ചുമന്നുകൊണ്ട് പോകണം. അതല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റിൽ KSEBിയിലൊക്കെ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ഒരു വലിയ ഏണി തോളിൽ എന്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളെന്താ ചെയ്യണ്ടേ? വണ്ടിയിലൊക്കെ വരുമ്പോൾ നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാനാണ് അവർ ചെറിയ അസൗകര്യം നമുക്ക് സൃഷ്ടിക്കുന്നത്. അല്ലെ മൊബൈലിന് റേഞ്ചോ കറണ്ടോ ഒന്നും തത്സമയത്ത് കിട്ടില്ല. ആ ജോലി ചെയ്യുന്നവർ ഒരു നിമിഷം നമ്മുടെ ഫ്രീയായ യാത്രയ്ക്കൊരു ചെറിയ വിഘാതം തരുന്നുണ്ട്. അത് കൂടുതൽ ഗുണത്തിനാണ്. ഓടി വരുന്ന വണ്ടി സ്റ്റോപ്പ് എന്ന് കാണിച്ചൊരു പോലീസ് ഓഫീസർ നിർത്താറുണ്ട്. തോന്നും പോലെ പോകാൻ പറ്റില്ല. അത് നമ്മുടെ ഗുണത്തിനാണ് ആത്യന്തികമായിട്ട്. അപ്പോൾ ഒരു നിയമം അലിഖിതമായോ ലിഖിതമായോ സ്വാതന്ത്ര്യത്തിൻ്റെ ഉപയോഗത്തിലുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഏണിയും തോളിൽ എന്തി വരുന്ന ഒരു കർഷകൻ ഈ വഴി പോകുമ്പോൾ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളെല്ലാം കഴിക്കുന്നത്. കാര്യം നമ്മൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഉൽപ്പന്നം വേണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിനൊരു തോന്നൽ വന്നു. തോളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഏണി ആ മനുഷ്യൻ നേരെ വിലങ്ങനെ പിടിച്ചെന്ന് വിചാരിക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ വഴിയെ വരിക. എങ്ങനെ ഉണ്ടാവും? നടക്കുമോ? സ്വാതന്ത്ര്യമുണ്ടോ? എൻ്റെ ഏണി, എൻ്റെ ശരീരം, എൻ്റെ റോഡ്, ഞാനിങ്ങനെ പോകുന്നെന്ന് പറഞ്ഞാൽ നടക്കുമെന്ന്? നടക്കില്ല. സ്വാതന്ത്ര്യം എന്നത് എൻ്റെ സ്വാർത്ഥതകളെ, എൻ്റെ സ്വന്തം കാഴ്ചപ്പാടുകളെ ഒരു നിയന്ത്രണവുമില്ലാതെ ഉപയോഗിക്കാനുള്ള ലൈസൻസ് അല്ല. ആ നിയന്ത്രണം എന്തിനാണ് ആ നിയന്ത്രണം? എന്തൊക്കെയാണ് അനുബന്ധ കാര്യം എന്ന് പറയാൻ എനിക്കൊരു മുഖവുര വേണം. അത് തികച്ചും നമ്മുടെ രാഷ്ട്ര പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഒരു പരിസ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. എന്തത്? നമ്മളറിയും പോലെ
നമ്മുടെ രാജ്യം വ്യത്യസ്തരായ സാമ്രാജ്യ അധിപതികൾ ആധിപത്യം ചെലുത്തി ഭരിച്ചൊരു രാജ്യമാണ്. വ്യത്യസ്ത തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടൻ്റെ മാത്രമല്ല, പോർച്ചുഗീസ് ഉണ്ട്, ഫ്രഞ്ചുണ്ട്, ഡച്ചുണ്ട്. ഈ കമ്പനികളെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ അറിയുന്നൊരു കാലത്തിലെ ആദ്യത്തെ ഇവിടേക്ക് വന്ന വിദേശികൾ പോർച്ചുഗീസുകാരാണ്. അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. ആദ്യം വന്നവരാണ് അവസാനം പോയത്. 61 അവർ പോയത്, 47 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോഴും ആ ഇന്ത്യയിൽ നമ്മുടെ കോഴിക്കോടിനപ്പുറത്ത് കണ്ണൂരിന് പോകുന്ന വഴിക്കൊരു സ്ഥലമുണ്ട്, മാഹി, മയ്യഴി. മുകുന്ദൻ്റെ മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥവും ആ പശ്ചാത്തലവും മയ്യഴി എന്ന നദി ഒഴുകുന്നതുമായ സ്ഥലം നമ്മുടെ അല്ലായിരുന്നു, ഇന്ത്യയുടെ അല്ലായിരുന്നു. നമ്മൾ അവരോട് പറഞ്ഞു ഞങ്ങളുടെ സ്ഥലം തിരിച്ചറിയണം. അത് ഫ്രഞ്ച് കോളനി ആയിരുന്നു. അവർ തരില്ല. നമ്മൾ വാറ് നടത്തി ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് അത് പിടിക്കുകയായിരുന്നു. ഒരു മലയാളിയാണ് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ 61 അത് ഇന്ത്യയുടെ ഭാഗമാകുന്നത്. പക്ഷേ ഇപ്പോഴും അത് കേരളമല്ല. അതുകൊണ്ടാണ് മാഹിയിൽ പെട്രോളിന് വില കുറച്ച് കിട്ടുന്നതും മദ്യം സുലഭമായി വിൽക്കുന്നതൊക്കെ. അത് കേരളത്തിലെ നിയമമല്ല ഇവിടെ ബാധകം. എന്തിനാ പറഞ്ഞത്? നമ്മുടെ രാജ്യത്ത് ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. അതിനു മുമ്പുള്ള യാത്രയൊക്കെ പരിമിതമാണ്. ശ്രദ്ധേയമായ ഒരു രാഷ്ട്രം നമ്മുടെ രാഷ്ട്രത്തെ വിഴുങ്ങാൻ വന്നത് പോർച്ചുഗീസുകാരാണ്. അവർ കൊണ്ടുവന്നാണ് നമ്മളറിയുന്ന ഈ കശുവണ്ടി, അവർ കൊണ്ടുവന്നാണ് കപ്പ. അതൊക്കെ അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളാണ്. അത് ഇവിടുത്തെ മണ്ണിൽ നന്നായി വളർന്നു. തൃശ്ശൂരുകാരായ നിങ്ങൾ ഇതൊക്കെ കൃഷി ചെയ്യുന്നവരല്ലേ. പോർച്ചുഗീസുകാർക്ക് വേറെ ശേഷം പിന്നെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ വന്നു. അതിലേറ്റവും പ്രബലരാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1600-കളിൽ ബംഗാളിൽ നിന്ന് സിറാജുദ്ദൗളയെ തോൽപ്പിച്ചവർ കഴിയുക. ഘട്ടം ഘട്ടമായിട്ട് ഇന്ത്യ അവർ പിടിച്ചെടുത്തു. മുഴുവൻ ഇന്ത്യയും പിടിച്ചു. അപ്പോൾ ഈ ഡച്ച് കോളനിയും ഒക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടപ്പുണ്ട്. കുളച്ചൽ യുദ്ധം വഴി ഡച്ചുകാരും തോറ്റു. അവസാനം ഡച്ചുകാർ തോക്കുന്നത് കേരളത്തിലെ കുളച്ചൽ യുദ്ധത്തിലാണ്. ഞാൻ ഈ സ്വാതന്ത്ര്യം എന്നൊരു പദം പറയാനാണ്. ആദ്യം ഇന്ത്യക്കാർ ഈ ബ്രിട്ടീഷുകാരോട് ഒട്ടി നിന്നു. ബ്രിട്ടീഷുകാരോട് ഒട്ടി നിന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് ചൂഷണം ചെയ്തു. അവരെടുത്ത ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുപോയി. തദനന്തരം ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിൽ കലഹം മൂത്ത് വലിയ പ്രശ്നമായി. വാസ്തവത്തിലൊരു നല്ല സ്വാതന്ത്ര്യ സമരം നടക്കുന്ന 1857 അല്ല. കുട്ടികൾ പഠിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെയുള്ള അത്ര ശരിയായ ഒരു പ്രയോഗമല്ല. ഇന്ത്യക്കൊരു സ്വാതന്ത്ര്യം എന്ന ചിന്ത വരുന്നത് 1885 അലൻ ഒക്ടോബൻ ഹ്യൂം, എയോ ഹ്യൂമിൻ്റെ നേതൃത്വത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആരംഭത്തോടെയാണ്. ഇവിടെ എന്തിനെത്തരം പറഞ്ഞേ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു. അവർ കച്ചവടത്തിന് വരുമ്പോൾ ഇന്ത്യ എന്ന സ്ഥലം, ഇവിടെയുള്ള മനുഷ്യർ വ്യത്യസ്തങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളുടെ നൂലാമാലകളിലൂടെ സഞ്ചരിക്കുന്നു. ഇത് നമ്മൾ തൊടാൻ പാടില്ല. നമ്മൾ അവിടെ കയറി സ്പർശിച്ചാൽ നമ്മുടെ കച്ചവടം മുടങ്ങും. നമ്മളെന്തിനു വന്നാണ്? വ്യാപാരത്തിന്. അതുകൊണ്ട് അവരുടെ ആചാരം, അവരുടെ അനുഷ്ഠാനമൊക്കെ അങ്ങനെ നടക്കട്ടെ. ബ്രിട്ടീഷുകാർ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു: ഒരു കാരണവശാലും നമ്മുടെ മതമോ വിശ്വാസമോ ഒന്നും ഇവിടെ പ്രചരിപ്പിക്കരുത്. ഇത് ചിലർക്കൊരു പുതിയ അറിവായിരിക്കും. ബ്രിട്ടീഷുകാർ ഒരിക്കലും അവരുടെ ആധ്യാത്മികത, ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ഒരു ലക്ഷ്യവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ, ബലം പ്രയോഗിച്ചു ക്രിസ്ത്യാനിറ്റി സ്ഥാപിക്കാനായിരുന്നെങ്കിൽ അവർക്കൊരു പ്രയാസമില്ല. അതിനുള്ള ശേഷിയുണ്ട്. എന്തായാലും തെളിവ് നമ്മൾ ആ കാലത്ത് ഇന്ത്യയുടെ ചരിത്രം പരതിയാൽ മനസ്സിലാവും. ഇവിടേക്ക് മിഷനറിമാർക്ക് ബ്രിട്ടീഷുകാർ വിസ കൊടുക്കില്ല.
എന്നും വേണ്ട. അവിടെ ആഗ്രഹിക്കുന്നവരൊക്കെ പറയും വേണ്ട. ഇന്ത്യൻ മിഷന്റെ, ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങളുടെ പിതാവെന്ന് വിളിക്കുന്നൊരു മാന്യദേഹമുണ്ട്. നിങ്ങളറിയും, വില്യം കേരി. ഈ വില്യം കേരി 1893 ഇന്ത്യയിൽ വരിക. അദ്ദേഹം 1893 വരുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ വരാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വന്നത് ബ്രിട്ടീഷ് വിസയിലല്ല, ഡച്ചുകാർക്ക് ആധിപത്യമുള്ളൊരു സ്ഥലത്ത് അദ്ദേഹം വരിക ചെയ്തത്. ഡച്ചുകാരുടെ സഹായത്തല്ല വരുന്നത്. അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്. ബ്രിട്ടീഷുകാർ വിസ കൊടുക്കാതെ വില്യം കേരി 3 മാസം കടലിൽ കപ്പലിൽ അലഞ്ഞു. ഒടുക്കം വില്യം കേരി എന്നൊരു മനുഷ്യനും മകനും ഇതിലുണ്ടെന്നറിഞ്ഞ് കപ്പൽ തിരിച്ചു വിട്ടു. 3 മാസം അലഞ്ഞ കപ്പൽ ഇംഗ്ലണ്ടിൻ്റെ മറ്റൊരു തീരത്തടിഞ്ഞ് ഇവരെ ഇറക്കി. അത്രമാത്രം സുവിശേഷത്തെ, അതിൻ്റെ പ്രവർത്തനത്തെ ബ്രിട്ടീഷുകാർ ചെറുത്തു. പിണക്കമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, അവിടെ പറയാം. കാരണം ഈ സുവിശേഷം ഒരു ദേശത്ത് വ്യാപരിക്കുമ്പോൾ അനുപേക്ഷണീയമായ ചില ഘടകങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ആളുകൾക്ക് പാട്ട് പാടണം, വചനം വായിക്കണം, ഞങ്ങളൊക്കെ പ്രസംഗിച്ചാൽ മനസ്സിലാവണം. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അവർ അക്ഷരം പങ്കിട്ട് കൊടുക്കും, അറിവ് പങ്കിട്ട് കൊടുക്കും. ഇത്രയും കാര്യത്തിന് ഇത് പഠിപ്പിക്കുന്നു. ആ കൂടെ ചിലരും മിടുക്കന്മാരായ കുഞ്ഞുങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുമ്പോൾ അവർ ചിലരെ തിരഞ്ഞു പിടിച്ച് ഇംഗ്ലണ്ടിലെ സർവകലാശാലകളിൽ അയക്കും. അതിൽ ജാതിയും മതമൊന്നുമില്ല. ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കർ പോലും പഠിച്ചത് ആ നിലയിലാണ്. കഴിവുള്ളവരെ കണ്ടെത്തി ഹാർവാർഡിലും ഓക്സ്ഫോർഡിലും അങ്ങനെയുള്ള വലിയ ഉന്നത സർവകലാശാലകളിൽ അയച്ച് പഠിപ്പിക്കും. അതും പറയാനുണ്ട്. നിങ്ങളും ഞാനും ഒക്കെ നിലത്ത് തറ പറ എന്നൊക്കെ മണ്ണിലെഴുതി പഠിച്ചവരാണ് ഇവിടെ ഭൂരിപക്ഷം. ചെറിയ കുട്ടികളല്ല, മുതിർന്ന ആളുകൾ, പ്രായമുള്ള ആളുകൾ. പക്ഷെ ചിലരത് സമ്മതിക്കില്ല. ഈ നിങ്ങളുടെ സ്റ്റീവൻ പാസ്റ്ററൊക്കെ സമ്മതിക്കുമെന്ന് തോന്നില്ല. ആൾ ചെറുപ്പക്കാരനാണെന്ന് കാണിക്കാൻ. ഞാനങ്ങനൊന്നും പഠിച്ചിട്ടില്ല എന്ന ഭാവേന ഇവിടെ ഇരിക്കുക, മൈൻഡ് ചെയ്യണ്ട. മക്കളവിടെ തിരുന്നേ, ആ സീബ്ര അവരുടെ തിരുന്നേ, ആ ഓടുന്നേ, ആ സീബ്രയുടെ ഉടുപ്പിട്ട ആൾ. ഒന്നാമത് എനിക്ക് അത്യാവശ്യം പ്രശ്നങ്ങളുള്ള ആളാണ്. ഇങ്ങോട്ട് അവനെ എന്നെ ഇങ്ങോട്ട് ശ്രദ്ധിപ്പിച്ച്. അവിടെ പോയിരുന്നേ, അവിടത്ത് അനങ്ങായിരുന്നേ. അപ്പോൾ അടുത്ത ആൾ തുടങ്ങിയോ? ഇതൊന്നും പറ്റില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടേക്ക് മിഷണറിമാർ വന്ന് നമ്മൾ ഈ തറാപറ എന്നൊക്കെ മണ്ണിൽ എഴുതുന്നതിൻ്റെ 1000 വർഷം മുമ്പ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അവിടെ കാളവണ്ടിയിൽ കുന്നംകുളത്തുനിന്ന് യാത്ര ചെയ്ത സായിപ്പ് നമ്മളെ സമയമാരഥമൊക്കെ എഴുതില്ല ഇവിടെ. അതിനും 300 കൊല്ലം മുമ്പ് ഭൂഗർഭ തുരങ്കമുണ്ടാക്കി ട്രെയിൻ ഓടിച്ചവനാണ് സായിപ്പ്. വള്ളം തുഴഞ്ഞ് വെള്ളത്തിലൂടെ യാത്ര ചെയ്ത് നമ്മൾ അടുത്തടുത്ത ഇടങ്ങളിലേക്ക് പോകുന്നതിന് 200 കൊല്ലം മുമ്പ് സ്റ്റീമർ ഉപയോഗിച്ചുകൊണ്ട് ബോട്ടുണ്ടാക്കി ഓടിച്ചിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡാണ് അവർ. അവരായുധങ്ങൾ അഡ്വാൻസ്ഡാണ്, ഭാഷ, സാഹിത്യം, സംസ്കാരമെല്ലാം അഡ്വാൻസ്ഡാണ്. നമുക്ക് വിദ്യാസമ്പന്നരിവിടെ ഉണ്ട്, തീരെ കുറവാണ്. അവരോ പാശ്ചാത്യരോട് ഒട്ടി നിൽക്കുമ്പോൾ സമരം ശക്തിപ്പെട്ടപ്പോൾ ചിലരുടെ ആഗ്രഹം ഇവർ പോകണ്ട, അവരുള്ളത് നല്ലതാണ്. ചിലരെ ആഗ്രഹം ഇവർ പോകണം. ഇവർ പോകണമെന്ന് ആഗ്രഹിച്ചത് നമ്മുടെ രാജ്യം നല്ല രീതിയിൽ പോകാനല്ല. ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ കയ്യാളിയ സുഖസൗകര്യങ്ങൾ കൈവിട്ടു പോകരുത്. 108 വിധ കരം തിരുവിതാംകൂർ രാജാക്കന്മാർ പിരിച്ചു. 108 വിധ കരം. ഇതൊക്കെ പിടിക്കണം, ഇതിനു വേണ്ടിയാണ്. അപ്പോൾ എന്തിനാ ഇത്തരം പറഞ്ഞെന്നറിയണ്ടേ? ഈ സ്വാതന്ത്ര്യ സമരം എന്ന നിലയിൽ കാര്യങ്ങൾ വരുമ്പോൾ ബ്രിട്ടീഷുകാർ പോവാം. അപ്പോൾ ഇത് ഏൽപ്പിക്കണമല്ലോ ആരെങ്കിലും.
ഒരു രാഷ്ട്രമല്ലേ, ആരെ ഏൽപ്പിക്കും? ഇത് സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് ഇംഗ്ലണ്ടിൽ അവസരം ഉണ്ടാക്കി. ആ ചർച്ചയുടെ പേരാണ് വട്ടമേശ സമ്മേളനം, റൗണ്ട് ടേബിൾ ടോക്ക്. മഹാത്മജി പറഞ്ഞു ആരും പോലെ. മഹാത്മജിയെ ലംഘിച്ചുകൊണ്ട് മുഹമ്മദ് അലി ജിന്നയും ഡോക്ടർ അംബേദ്കറും ഒക്കെ പോയി. വാദം ശക്തിപ്പെട്ടു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇവിടുത്തെ അവസ്ഥ അറിഞ്ഞ് മഹാത്മജിയും പോയി. അവിടെ വലിയ ഡിബേറ്റ് നടക്കുകയാണ്, വലിയ തർക്കമാണ് നടക്കുന്നത്. അംബേദ്കറും ഗാന്ധിജിയും രണ്ട് ചേരികളിൽ നിന്ന് പോരാടുക. വാക്പ്രയോഗങ്ങളാണ്. ലണ്ടനിലെ പത്രങ്ങൾ ഇത് വമ്പിച്ച പ്രാധാന്യത്തോടെ എഴുതുകയാണ്. ഇവർ തമ്മിൽ പ്രശ്നമാണ്. മഹാത്മജി ഒരു ഓപ്ഷൻ മുമ്പോട്ട് വെച്ചു. ഡോക്ടർ അംബേദ്കർ, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മുടെ അഭിപ്രായ വ്യത്യാസം ഇന്ത്യയിൽ തീർക്കണം. തൽക്കാലം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് ഈ പാശ്ചാത്യ ശക്തിയെ തുരത്തണം. എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുക. നല്ല രാജ്യ, അതാണ് ശരിയും. അംബേദ്കർ തിരിച്ചൊരു കാര്യം പറഞ്ഞു. മിസ്റ്റർ ഗാന്ധി, അങ്ങെന്താ പറഞ്ഞേ? നമ്മുടെ രാജ്യം? മിസ്റ്റർ ഗാന്ധി, എനിക്കെവിടെ രാജ്യം? നിങ്ങൾ പറഞ്ഞ നമ്മുടെ രാജ്യത്ത് മഹർ എന്നറിയപ്പെടുന്ന എൻ്റെ കമ്മ്യൂണിറ്റി എങ്ങനെ യാത്ര ചെയ്യുന്നറിയണ്ടേ? അരയിലൊരു ചൂല്, കഴുത്തിൽ ഒരു ചെറിയ മൺകുടം, ഇതില്ലാതെ പോകാൻ പറ്റില്ല. ഇതെന്തിനാ അറിയോ? മഹറുകൾക്ക് മഹാരാഷ്ട്രയിലൂടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും സ്ഥലത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കാൽപാദം പതിഞ്ഞ മണ്ണ് അശുദ്ധമാകുമെന്നൊരു വിചാരം ആളുകൾക്ക്. അതുകൊണ്ട് കാൽപാദം ഇങ്ങനെ പതിഞ്ഞു പോയാൽ അതിലെ വരേണ്യരായ മനുഷ്യർ പോകുമ്പോൾ ഇവരുടെ കാല് തൊട്ട് അശുദ്ധമായ ഇടത്ത് മറ്റുള്ള മനുഷ്യന് പോകാൻ മടി. ഇപ്പം ഇവരെന്ത് ചെയ്യണം? ഈ കാൽപാദം പതിയണമെന്നില്ല, ചിലപ്പോൾ പതിയും, മണ്ണൊക്കെ ആണെങ്കിൽ പതിയും. എന്നിട്ട് നമ്മുടെ ഈ ആത്മീയാത്രയുടെ പാഠ്യപുസ്തകത്തെ കാണുന്ന പോലെ രണ്ട് കാൽപാദം കാണും. അങ്ങനെയുള്ളൊരു പാഠ്യപുസ്തകമില്ലേ? അപ്പോൾ ഇത് തിരിഞ്ഞു നിന്ന് അപ്പോഴേ തൂക്കണം. ഈ പാട് മായ്ച്ചേ പോകാവൂ. എന്തൊരു തമാശയാണ് നിങ്ങൾ ആലോചിച്ച്. രണ്ട്, ഉമിനീരുൽപ്പാദിപ്പിക്കപ്പെട്ടു പോയ മനുഷ്യനെവിടെങ്കിലും തുപ്പുമല്ലോ. അതൊരു നിരന്തര പ്രക്രിയയൊന്നുമല്ല. എന്നാലും അബദ്ധവശാൽ ഈ വഴിയിൽ നിങ്ങൾ തുപ്പിപ്പോയാൽ വഴിയിലൂടെ പുരോഹിതർക്കും വരേണ്യർക്കുമൊക്കെ വരേണ്ടതാണ്. അത് പറ്റില്ല, ഈ കുടത്തിൽ തുപ്പിക്കണം. എന്നിട്ട് വീടിൻ്റെ അടുത്ത് എവിടെങ്കിലും കൊണ്ട് സംസ്കരിക്കണം. പിന്നെ ഞാനെങ്ങനെയാണ് എൻ്റെ രാജ്യം എന്ന് പറയുക? ഇത്തരത്തിലുള്ള വാക്പ്രയോഗങ്ങൾക്കൊടുവിൽ ചർച്ച അലസിപ്പിരിഞ്ഞു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഭരണഘടന തയ്യാറാക്കുന്ന അസംബ്ലിയിൽ ഈ ഭരണഘടന നമുക്ക് സമർപ്പിക്കുന്ന ദിവസമാണ് നാളെ. അതുകൊണ്ടാണ് ഈ വിഷയം എടുത്ത്. ആ ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് അംബേദ്കർ എഴുതി എങ്ങനെയാണെന്നറിയോ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ നമ്മൾ. അപ്പോൾ പണ്ടത്തെ ഇന്ത്യയിൽ നമ്മളെന്ന് പറയാനാവില്ലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ ഇന്ത്യൻ പൗരൻ. അപ്പോൾ മഹറുകളോ ആദിവാസികളോ ദലിതുകളോ പിന്നോക്കരോ ആരുമാകട്ടെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യക്കാരനെ പറയിപ്പിച്ച ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഭരണഘടന. ആ ഭരണഘടന 19ാമതൊരു ആർട്ടിക്കിളുണ്ട്. ആ ആർട്ടിക്കിൾ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യമാണ് ഇഷ്ടപ്പെട്ട വിശ്വാസം സ്വീകരിക്കാൻ. ആ ആർട്ടിക്കിൾ 19 നമുക്ക് തരുന്ന അധികാരമാണ് നിങ്ങൾക്കൊരു വിശ്വാസം വേണ്ടെന്ന് വെക്കാൻ. അതുമാത്രമല്ല, നിങ്ങൾക്കത് പ്രസംഗിക്കാം, നിങ്ങൾക്കത് പ്രചരിപ്പിക്കാം, നിങ്ങൾക്കതിനെ ജനസമൂഹത്തിൽ കൊണ്ടെത്തിക്കാം.
അപ്പോൾ ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21 ഇതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ പോലും കിട്ടും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19 അടിച്ചാൽ മതി, കുറഞ്ഞ പക്ഷം. അവിടെ എഴുതിയിരിക്കുക ഒരു പൗരൻ്റെ അവകാശം അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുക. ഇത് പഴയ ഇന്ത്യയിലില്ല, ഭരണഘടന വരും മുമ്പുള്ള ഇന്ത്യയിലില്ല. ഇതുവഴി ഇന്ത്യൻ പൗരൻ മുഴുവൻ ആർജിച്ച രാഷ്ട്രീയ അനുഭവത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം. മനസ്സിലായി? ഇനി ഇത് അവിടെ നിർത്തി നമുക്ക് ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നാൽ നമ്മുടെ വിഷയമായി. സന്തോഷമാണോ? ഞാനീ പറഞ്ഞ കാര്യമൊക്കെ കേട്ടാൽ ഒരത്ഭുതമൊന്നും ഇവിടെ നടക്കുകയില്ല, രോഗശാന്തി ഉണ്ടാകുകയില്ല, ഭൂതം വിട്ടു പോകത്തുമില്ല. ഞാനിതൊക്കെ പറയുന്ന ആളാണെന്ന് അറിഞ്ഞാണല്ലോ എന്നെ പാസ്റ്റർ വിളിച്ചത്. ഇത്ര ആമുഖം എന്തിനു പറഞ്ഞു എന്ന് ആശങ്ക വേണ്ട, അതും പ്രധാനമാണ്. ദ പവർ ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തി. ഞാനത് പറയുമ്പോൾ ഓർക്കുന്നൊരു കാര്യം, വയനാട്ടിൽ ചെല്ലുമ്പോൾ ശ്രീമതി CK ജാനുവിനോട് സുവിശേഷം പറയാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടേക്ക് നമുക്ക് പ്രവേശനം ഇല്ല, ബൈബിളും കൊണ്ട് അവിടെ ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ നമ്മളെ തടഞ്ഞുകൊണ്ട് പോലീസ് ഓഫീസർ ചോദിച്ചു, എവിടേക്കാ? ഞങ്ങൾ പറഞ്ഞ് എൻ്റെ അടുത്തോട്ട്. അവിടെ പോകാനൊക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവാണ്, ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ പോവാണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ല. ഗവൺമെൻറ് ഓർഡർ നമ്പർ പറയണം, അല്ലെങ്കിൽ കോർട്ട് ഓർഡർ പറയണം, നമുക്കങ്ങോട്ട് പോകാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ? പിടിച്ചു. അയ്യോ, അങ്ങനല്ല, നിങ്ങളങ്ങോട്ട് പോയാൽ അറിവില്ലാത്ത മനുഷ്യർ നിങ്ങളെ ഉപദ്രവിക്കാൻ വരും. അതുകൊണ്ട് പറഞ്ഞ മുമ്പിലത്തെ വിലയെല്ലാം പോയി അദ്ദേഹത്തിൻ്റെ. കഥ ഭരണഘടനയുടെ പവർ. നമ്മളോടത്ത് പോലീസിനാണ് പവർ എന്നല്ല, ഭരണഘടനയ്ക്കാണ്. ലൈവ് ചെയ്യും, നാട്ടുകാരെ അറിയിക്കും, കളി മാറും. ഞാനതിലെ പോകല്ലെന്ന് നിയമമില്ല. പൗരനെന്നല്ല, ഇത് ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട എവിടെയും നിങ്ങൾക്ക് പോകാം. മനസ്സിലായോ? പക്ഷെ മറ്റൊരാളുടെ വീട്ടിൽ ചെല്ലാൻ ആ അധികാരമില്ല. അവർക്ക് വേണ്ട. അത് സൗഹൃദമാണ്. മറ്റൊരാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കണോ നിരാകരിക്കണോ? ഈ പുസ്തകം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. അതാണ് ആർട്ടിക്കിൾ 19. അതാ ഫ്രീഡം. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, അതല്ല നിങ്ങൾ പോയി പ്രശ്നമൊക്കെ ആയിപ്പോയാൽ. ഞാൻ പറഞ്ഞ അന്നേരം സാറ് വരണം, അതിനാ നിങ്ങൾക്ക് ശമ്പളം തരുന്നേ. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് എന്തിനാ? അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ പോകുന്നതിന്, എൻ്റെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം തരാനാ ഈ ശമ്പളം മാസം മാസം വാങ്ങുന്നത്. ഇവിടെ നിൽക്കുന്നതിനല്ല. അവിടെ ചെന്നു, ആ മാന്യ സഹോദരിയെ കണ്ടു, ഞാൻ ബൈബിളും കൊടുത്തു, സുവിശേഷവും പറഞ്ഞു, ചായയും കുടിച്ചു, പ്രാർത്ഥിച്ചു. ഈ പ്രക്രിയയുടെ പേരാണ് വിശ്വാസപ്രചരണം. അതിന് വേണമെങ്കിൽ നിങ്ങൾ മതപ്രചരണമെന്ന് പറഞ്ഞോ, വിരോധമില്ല. എന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ല, ഇതൊരു മതമാണ്. നിങ്ങൾ പറഞ്ഞാലും സമ്മതിക്കില്ല. വേണേൽ അങ്ങനെ എഴുതിക്കോളൂ, നിങ്ങൾക്കങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. കാരണം റിലീജിയൻ എന്ന കോളത്തിൽ ഞങ്ങൾ മതം ചോദിക്കുന്നിടത്ത് എഴുതാറുണ്ട് ക്രിസ്ത്യൻ. ഇതാ വസ്തുത. പക്ഷെ ഇത് മതമാണോ? മതത്തിന് വേണ്ട ചില ചേരുവകൾ നമ്മുടെ കയ്യിലില്ല. സോ ഇറ്റ് ഈസ് നോട്ട് റിലീജിയൻ. മതത്തിന് അനുപേക്ഷണീയമായ ചില ഘടകങ്ങൾ നമുക്കില്ല. പറയാം, മതത്തിന് ഒന്നോ അതിലധികമോ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടാകാം. നമ്മുടെ തീർത്ഥാടന കേന്ദ്രം എവിടെ ഉണ്ടോ? ഇല്ല. ജെറുസലേം നമുക്ക് തീർത്ഥാടന കേന്ദ്രമാണോ? അല്ല. തൃശ്ശൂരിൽ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തെ ഈ മണ്ണും ജെറുസലേമിലെ മണ്ണും കയ്യിലെടുത്തിട്ട് ചോദിച്ചാൽ ഇതിലേതാണ് വിശുദ്ധ മണ്ണ് എന്ന് ചോദിച്ചാൽ കുറേ നല്ല മണ്ണ് ഇതാണ്. അതല്ല. എന്തുകൊണ്ടാണത്? മണ്ണ് ഇത്ര കണ്ട നല്ലതല്ലത്തെന്ന് അറിയണ്ടേ?
422 പരം ചെറുതും വലുതുമായ ആക്രമണങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യന്റെ ചോര വീണ് മലീമസമായ മണ്ണാത്. ഇതങ്ങനെയുള്ള മണ്ണല്ല. ജെറുസലേം നമുക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്, തീർത്ഥാടന കേന്ദ്രമല്ല. 2, മതങ്ങൾക്ക് 12 മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസമോ, മാസത്തിലേതെങ്കിലും ആഴ്ചയോ, ആഴ്ചയിലേതെങ്കിലും ദിവസമോ, ദിവസത്തിലേതെങ്കിലും ഒരു സമയമോ സുപ്രധാനമാണ്. ആ സമയത്ത് പ്രാർത്ഥന നടത്തിയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെയൊക്കെയാണ്. നമുക്കങ്ങനെ ഉണ്ടോ? നമുക്കങ്ങനെ ഇല്ല. നമുക്കങ്ങനെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ആളുകൾ ഒരു സമയവും പാലിക്കുകയില്ല. നമുക്കൊരു സമയവും വിശുദ്ധമല്ല. അപ്പോൾ ഭൂമിയിൽ നമുക്ക് രണ്ടാമത്തെ കാരണം പറഞ്ഞു, നിർദ്ദിഷ്ടമായൊരു സമയക്രമമില്ല. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരിക. മൂന്നാമത്തെ വിഷയം, മതങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിറം സുപ്രധാനമാണ്. ആ നിറമുള്ള കൊടിക്കൂറ സുപ്രധാനമാണ്, പതാക. അതേതൊക്കെയാണ്? ഏത് നമുക്കറിയാം. ഓരോ മതസ്ഥർക്ക് ചിലതരം നിറങ്ങളുള്ള കൊടിക്കൂറ പാറിക്കളിക്കും. ആ കൊടികൾ അവരെ ആവേശഭരിതരാക്കും. അതിലൊന്നും തെറ്റില്ല. തെറ്റുണ്ടെന്നേ എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ക്രൈസ്തവരായി ഞങ്ങൾക്ക് വെള്ളയോ ചുവപ്പോ നീലയോ പച്ചയോ മഞ്ഞയോ ഒന്നും പ്രത്യേകിച്ച് വിശേഷതയുള്ളല്ല. ഇതൊക്കെ കൊള്ളാം, മോശമാണെന്നില്ല അഭിപ്രായം. ഭൂമിയിലൊരു സ്ഥലത്തോട്, ഭൂമിയിലൊരു നിറത്തോട്, ഭൂമിയിലൊരു കൊടിക്കൂറയോട് ഒന്നും ഒരു വിധേയത്വമില്ലാത്ത വേറിട്ട ഒരു സമൂഹം. ആ സമൂഹത്തിന്റെ രൂപവൽക്കരണം കണ്ട് പ്രവാചകൻ കാലങ്ങൾക്കപ്പുറത്ത് പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല, എങ്ങും എവിടെയും. അത്തരം ആശയാദികൾ കൊണ്ടു നടക്കാത്ത ഒരു വേറിട്ട സമൂഹം. മതമാണോ? മതമല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പൗരോഹിത്യമുണ്ട്. പൗരോഹിത്യം ഇല്ല എന്നാരും പറയില്ല. നമ്മൾ ചെല്ലു പറയാം നമുക്ക് പൗരോഹിത്യം ഇല്ല. പൗരോഹിത്യം ഉണ്ടോ? ഉണ്ട്. വിശ്വാസികളുടെ രാജകീയ പൗരോഹിത്യം നമുക്കുണ്ട്. മേലില്ലെന്ന് പറയരുത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങളെല്ലാം പുരോഹിതന്മാരാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാം പൗരോഹിത്യം. വെറും പൗരോഹിത്യമല്ല, രാജകീയ പൗരോഹിത്യം. അതെവിടെ നിന്ന് കിട്ടിയ? ഉയരത്തിൽ നിന്ന് കിട്ടിയ സ്ഥിരീകരണമാണ്. ആ ഉറപ്പുള്ള ഒറ്റയൊരെണ്ണം പൗരോഹിത്യം ഇല്ലെന്ന് പറയരുത്. അത് പാസ്റ്റർക്ക് തന്നെയുള്ള പൗരോഹിത്യമല്ല. അങ്ങനെ പാസ്റ്റർമാർ പറഞ്ഞാലും പറയരുത്. പാസ്റ്റർമാരൊക്കെ ചിലപ്പോൾ പറയും, അഭിഷേകത്തിന് നേരെ നീ അങ്ങനെ പറയില്ല, ഇങ്ങനെ പറയും. എനിക്ക് മാത്രമായിട്ടൊരു അഭിഷേകം ദൈവം തന്നിട്ടില്ല, നിങ്ങൾക്കുള്ളത് കവിഞ്ഞു. നമുക്കെല്ലാം അഭിഷേകമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മതമല്ല. പിന്നെ സർക്കാർ മതമെന്ന് പറഞ്ഞാൽ തെറ്റുമല്ല. സർക്കാർ പിന്നെന്താ പറയും? രേഖകളിൽ പിന്നെന്താ പറയും? അത് സാങ്കേതികമാണ്. ഇനി ഞാൻ ആത്മീക സ്വാതന്ത്ര്യം എന്നൊരു വിഷയത്തിലേക്ക് വരാം. ഗലാത്യലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ അവിടെ നിലനിന്നിരുന്ന ചില സംഭവങ്ങളുണ്ട്. ഇവ രണ്ടും എനിക്ക് ചേർത്ത് പറയണം. എന്താണത്? ആ ദേശത്ത് വസിച്ചിരുന്ന മനുഷ്യരിലധികവും അനാചാര ദുരാചാര കർമ്മങ്ങളുടെ വഴിയിലൂടെയാ യാത്ര. അതിലേറ്റവും സുപ്രധാനമായ ഒന്ന് ഫെർട്ടിലിറ്റി കൾട്ട്. ഫെർട്ടിലിറ്റി കൾട്ട് എന്ന് പറഞ്ഞാൽ ഊർവരതാ പൂജ. അവിടെ നടമാടിയൊരു സംഭവമാണ്. എന്താ അത്തരം പൂജ എന്നറിയണ്ടേ? മൃഗങ്ങളെ, മനുഷ്യരെ, വിശേഷിച്ച് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ ജനനേന്ദ്രിയങ്ങളെ ആരാധനയ്ക്ക് വെക്കുക, പൂജാതി കർമ്മങ്ങൾ അർപ്പിക്കുക. ഇത് ഗലേഷ്യയിൽ നടന്നൊരു സംഭവമാണ്. എഫെസോസിൽ നിലനിന്നിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് പറയുന്നത് വഴിവിട്ട രതിബന്ധങ്ങളെയാണ് ആരാധന എന്ന് പറയുക. അതിനു വേണ്ടി ചില സ്ഥലങ്ങളുണ്ട് അവിടെ. എഫെസോസിലൊക്കെ അത് കാണുന്നുണ്ട്. അത്തരത്തിൽ നിലവാര തകർച്ച സംഭവിച്ച ഒരു സമൂഹം, വേറിട്ട ഒരു ജീവിതത്തിന് യാതൊരു വഴിയുമില്ലാത്ത വിധം അരാജകത്വം നിറയുകയും അത് നിമിത്തം അസ്വസ്ഥത പടർന്നു പിടിക്കുകയും അപ്പൻ, മകൻ, മകൾ
അമ്മ, സഹോദരങ്ങൾ, ഈ ബന്ധങ്ങൾക്കൊന്നും ഒരു വില കൽപ്പിക്കാത്ത അതിരുവിട്ട അരാജകത്വം നിലനിന്നിരുന്ന ഒരു സ്ഥലം. റോമറുടെ ലേഖനത്തിലും ഇതേ അവസ്ഥ കാണാം. അത്തരം കാര്യാദികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പൗരോഹിത്യ ആശയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എഫെസോസിലെ അർത്തമീസ് എന്നൊരു ആരാധനമൂർത്തിയുടെ ചരിത്രത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇത്തരത്തിലെ അവസ്ഥാവിശേഷങ്ങൾ കൊണ്ട് തകർന്നുപോയ മനുഷ്യർ ഇന്നും ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ കൂടുതൽ അംഗവൈകല്യങ്ങളുള്ള കുട്ടികളെ കാണാം. എന്തെന്നാൽ അവരുടെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട ആളുകളോട് ബന്ധത്തിലേർപ്പെട്ട് രൂപപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ഇത് വലിയ വിഷയമാണ് അവിടെ ജോലി ചെയ്ത നഴ്സുമാർക്കൊക്കെ അറിയാം. കൂടുതൽ ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ സഹോദര ബന്ധത്തിലുള്ള അപ്പൻ്റെയും അമ്മയുടെ ഒരു രക്തത്തിൽപ്പെട്ട ഇന്ത്യയിൽ അതൊക്കെ അത്തരം ബന്ധങ്ങളെല്ലാം നിഷിദ്ധമാണ് രാജ്യനിയമം അനുസരിച്ച് പോലും. ഇത്തരത്തിൽ ഉള്ള ബന്ധങ്ങളുടെ പിറവി കൊള്ളുന്ന മക്കൾക്ക് ആരോഗ്യം കുറയുന്ന അവസ്ഥ അതൊരു വശത്ത്, മറിച്ച് നിയമങ്ങളില്ല, നിബന്ധനകളില്ലാതെ അഴിഞ്ഞാടുന്ന അധർമ്മത്തിൻ്റെ സ്ഥലം. പക്ഷേ നോക്കിയാൽ നിങ്ങൾക്കവിടെ സ്വാതന്ത്ര്യം പോലെ തോന്നും. ഇത്തരം ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ബോധപൂർവം കൊണ്ടുവരുവാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം ഇത് പറഞ്ഞ് പഠിപ്പിക്കുക, നിരീശ്വരവാദ ചിന്തകളിലൊക്കെ ഈ ആശയങ്ങൾ കടത്തിവിടുക, ആരും ഞങ്ങളെ ധാർമ്മികത പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനാത്മികവും ദുരാചാരങ്ങളും നിറഞ്ഞ വഴിവിട്ട ജീവിത ബന്ധങ്ങളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസങ്ങൾ ശക്തിപ്പെടുക, അത്തരം ധർമ്മശാസ്ത്രങ്ങൾ ശക്തിപ്പെടുക. ഇത്തരം വിഷയങ്ങൾ മനുഷ്യൻ പറയുന്നത് പുരോഗമനപരം എന്നാണ്. പുരോഗമനപരം. എന്ത് പുരോഗമനം? നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ ഇന്ന് ഈ തൃശ്ശൂരിലൂടെ യാത്ര ചെയ്താൽ, ഞങ്ങൾ അങ്കമാലിക്കൊക്കെ പോകുന്ന വഴിക്ക് ധാരാളം മോശ രീതിയിൽ രാത്രിയിൽ വസ്ത്രം ധരിച്ച് ചില മനുഷ്യർ നിൽക്കുകയാണ്. നമ്മുടെ വണ്ടിയിൽ കൈകാണിച്ച് നിർത്തുകയാണ്. വൾഗറായ കാര്യാദികൾക്ക് വേണ്ടി ഒരു സംഘം ആളുകൾ സംഘം ചേർന്ന് ശ്രമിക്കുകയാണ്. മ്ലേച്ഛമായ ഇത്തരം ആചാരങ്ങൾ നടക്കുമ്പോൾ പറയുന്നെന്താ? സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിന് അത്തരം പരികൽപ്പനകൾ കൊടുക്കവേ ഇങ്ങനെ രോഗം, ദുഃഖം, പ്രയാസങ്ങൾ, അരാജകത്വം കൊടികുത്തി വാഴുമ്പോൾ അതിനകത്ത് ദൈവസഭ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത റിഫോർമേഷൻ്റെ, നവോത്ഥാനത്തിൻ്റെ സന്ദേശത്തിൻ്റെ പേരാണ് സുവിശേഷം. ഒറ്റ കാര്യം പറയാം, എല്ലാ അരാജകത്വത്തിനും എല്ലാ പരാതികത്തിനും മറുമരുന്ന് ഒന്ന് മാത്രം, അതിന് അസ്രകനായ യേശുവിൻ്റെ സാന്നിധ്യമാണ്. ഈ ഇരുട്ടുകളെ, ഈ അരാജകത്വത്തെ, ഈ അന്ധതയെ മാറ്റി അവനെ മനുഷ്യനാക്കുന്ന പ്രക്രിയ, അതാണ് സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ വസിക്കുന്ന നമുക്ക് ഒരേ സ്വരത്തിൽ, ഒരേ ശബ്ദത്തിൽ അതിൻ്റെ ഉള്ളടക്കങ്ങളെ ഭയരഹിതമായി ഈ ദേശത്തോട് പ്രഖ്യാപിക്കുക. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷം റോമിനെ മാറ്റി. ഈ സുവിശേഷം ഗലേഷ്യയെ മാറ്റി. റോമക്കാരോട് പറയുക, റോമക്കാരെ, നിങ്ങൾ വന്ന പശ്ചാത്തലം അറിയാം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ഇപ്പുറത്ത് കൊടികുത്തിവാണ അരാജകത്വത്തിൻ്റെ നാട്ടിൽ തിന്മയുടെ വ്യാപനം നടക്കുന്ന ഗലേഷ്യയിലെ വിശ്വാസികൾ ധാരാളമായി രൂപപ്പെട്ടു. ഇന്നൊരു കാര്യം നിങ്ങൾക്കറിയണ്ടേ? കഴിഞ്ഞ 10-13 കൊല്ലങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥ അനുസരിച്ച് ക്രിസ്തീയ സ്ഥാപനങ്ങളുടെ വൈദേശിക വരുമാനത്തിൻ്റെ ചാനലുകളൊക്കെ അടഞ്ഞു. വിദേശത്ത് നമ്മുടെ കുട്ടികൾ നഴ്സുമാരോ ഡോക്ടർമാരോ എൻജിനീയേഴ്സോ ഒക്കെ ആയി ജോലി ചെയ്തു വരും. ഇവിടെ നിന്ന് പോയവരുമായ ആളുകളൊക്കെ ഈ രാജ്യത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ സന്നദ്ധരായി തരുന്ന സംഭാവനകൾ നിയമാനുസൃതം മാറാൻ നമുക്കൊരു ലൈസൻസ് വേണം, FCRA. ആ പേപ്പേഴ്സൊക്കെ ഇതൊക്കെ സർക്കാരുകൾ റദ്ദ് ചെയ്തു. നമ്മുടെ സെമിനാരികൾ പലതും പൂട്ടി. മിഷൻ പ്രവർത്തനങ്ങൾ പലതും സാമ്പത്തിക ഞെരുക്കത്താൽ അടച്ചുപൂട്ടി. തദ്ദേശീയമായൊരു ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ആരംഭിച്ച വടക്കേ ഇന്ത്യയിലെ സ്കൂളുകളൊക്കെ അടിച്ചു തകർക്കപ്പെട്ടു.
ആലയം ബുൾഡോസർ കൊണ്ടൊന്ന് ഉഴുതുമറിച്ചു. സുവിശേഷകരെ തെരുവിലിട്ട് നായെ തല്ലുന്നത് പോലെ തല്ലി. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ 1500 സഹപ്രവർത്തകർ ജയിലിൽ കിടപ്പുണ്ട്. കാരണം സുവിശേഷം പറഞ്ഞു. മറുവശത്തൊരു സന്തോഷമുണ്ട്. സെയിൻറ് തോമസ് വന്നു എന്ന് വിശ്വസിക്കുന്ന AD 52 ആവേശകരമായ റിസൾട്ട് സഭ ഉൽപ്പാദിപ്പിച്ചത് കഴിഞ്ഞ 10-13 വർഷങ്ങളിലാണ്. സഭയുടെ വളർച്ച അതിവേഗത്തിൽ. ഒരു കാര്യം മനസ്സിലായോ? സഭയുടെ വളർച്ച വിദേശ ഫണ്ട് കൊണ്ടല്ല. വിദേശ ഫണ്ട് കൊണ്ട് രൂപപ്പെട്ട ബിൽഡിങ്ങുകളൊക്കെ പൂട്ടി അതൊക്കെ സിമെന്റ് പന്തലുകളായി. അവിടെ പെരിച്ചാഴികൾ വളരുമ്പോൾ കർത്താവ് ഒരു പാഠം പഠിപ്പിച്ചു. സഭയുടെ വ്യാപനം സിമെന്റ് കൊണ്ടോ കമ്പി കൊണ്ടോ രൂപപ്പെടുത്തുന്ന കെട്ടിടങ്ങളിലല്ല, നിങ്ങളും ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് ആത്മീയഗൃഹമായി പണിയപ്പെടണം. ഒരാത്മീയ ഗൃഹത്തിന്റെ സംസ്ഥാപനം, അതിനുവേണ്ടിയാ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ചിലരെ തിരഞ്ഞ ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചത്. ദൈവത്തിന് വേണ്ടത് ബിൽഡിംഗ് പണിയുന്നവരെ അല്ല. ബിൽഡിംഗ് ഒക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളിട്ടില്ല അമേരിക്കയിലൊക്കെ പള്ളി വെറുതെ കിടക്കുകയാണ്. അതൊക്കെ ഇട്ടിട്ട് ആൾ പറയും, കണ്ടോ പണ്ട് വലിയ പള്ളിയായിരുന്നു. എന്താ കെട്ടിടം കിടക്കട്ടെ, അവർ പണിയുന്ന കെട്ടിടം നല്ലതാണ്. നമ്മളെ സംബന്ധിച്ചോളം അത് പള്ളി പോലും അല്ല. ഇതെന്തിനുള്ളതെന്ന് അറിയണ്ടേ? ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷൻ ഇന്ധനപ്പുരയാണ്. ഇന്ധനം നിറച്ചിട്ട് പമ്പിൽ കിടന്നോടുന്ന വണ്ടിയല്ല ഇത്. അത് പമ്പുകാരനെ ശല്യം ചെയ്യും. ഇന്ധനം നിറച്ചിട്ട് അവിടെ കിടന്ന് ചാടുന്നതിനാണ് നമ്മളിന്ന് ഉണർവെന്ന് പറയുന്നല്ലേ. ഉണർവതല്ല, നമുക്കിതിനെ ശൂന്യമാക്കിയിട്ട് പുറത്തോട്ട് പോകണം. പുറത്താണ് നമ്മുടെ സ്ഥലം. അതിന് പോകാതിരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ യെരുസലേമിലെ സഭയ്ക്ക് ഒരു വലിയ പീഡ നേരിട്ടു. അവർക്ക് ചിതറേണ്ടി വന്നു. ചിതറേണ്ടി വന്നവൻ തോറ്റു തുന്നം പാടിയില്ല. ചിതറിപ്പോയവർ അവിടെ യേശുവിനെ പ്രസംഗിച്ചു. അവരൊക്കെ സുവിശേഷാത്മാവിനാൽ ബോധവൽക്കരിക്കപ്പെട്ട് ഇരുട്ടിന്റെ കോട്ടകളെ ഇടിച്ചു നിരത്തുന്ന പുത്തൻ അനുഭവങ്ങളുടെ കരുത്തരായെങ്കിൽ അതേ കൃപയോടെ, അതേ ബലത്തോടെ, അതേ ശക്തിയോടെ യേശുവിന് വേണ്ടി നിൽക്കാൻ ഈ രാത്രി അവൻ തിരയുന്നു ചിലരെ. ആ സുവിശേഷത്തിന്റെ നെടുനായകത്വം വഹിച്ച് ഈ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം കൊടുക്കാൻ അത് ഇന്ത്യയിൽ ശക്തിപ്പെട്ടു. അതിൽ ഏറ്റവും ചിന്തനീയമായൊരു സ്ഥലമുണ്ട്, അത് പഞ്ചാബാണ്. പഞ്ചാബിലൊരു മതമുണ്ട്, സിഖ് മതം. ഈ സിഖ് മതത്തിൽ 2 തരം മനുഷ്യരുണ്ട്. ഒന്ന് നമ്മുടെ മൻമോഹൻജിയെ പോലൊക്കെയുള്ള വലിയ ഉന്നതരായ മനുഷ്യർ, ഒരു കാസ്റ്റ് പോലെ സിസ്റ്റം ഉണ്ട് അവിടെ. ബാക്കിയൊക്കെ സിംഗ് എന്നൊക്കെ പേരുണ്ടെങ്കിലും സാധുക്കളാണ്. ഇവർ തമ്മിൽ സഹകരണമൊന്നുമില്ല, മതമൊക്കെ ഒന്നാണ്. പക്ഷെ പ്രശ്നം, ഈ ഇല്ലായ്മക്കാരെങ്കിലും ഈ സിഖുകാർ വലിയ ധീരന്മാരാണ്, ശക്തരാണ്. ഭയം എന്താണെന്ന് അവർക്കറിയില്ല. അടിക്കടി ഭയങ്കര കരുത്തരാണ്, അതിശക്തരാണ്, നല്ല ശാരീരിക ക്ഷമതയാണ്. താടിയും തലപ്പാവൊക്കെ വെച്ചാൽ ഇത്തരം. അതിൽ ഈ സർദാർജിമാരെന്നറിയപ്പെടുന്നവരാണ് ഹൈ ക്ലാസ്. ബാക്കി ആളുകൾ സാധാരണ മനുഷ്യരാണ്, പക്ഷേ തൊട്ട കളി മാറും. അവർ ഈ തോക്കൊക്കെ കൊണ്ടു നടക്കുന്നത് അനായാസനെയാണ്. പഞ്ചാബിൽ ഒരു കാലത്ത് യാത്ര ചെയ്താൽ ചെറിയ ഷോപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്, തോക്ക് വിൽക്കപ്പെടും. ലൈസൻസ് ഒന്നും വേണ്ട, അത് മേടിച്ചുകൊണ്ട് പോരുക. വണ്ടിക്കഴിഞ്ഞ് ഇത് വെച്ചങ്ങ് കാച്ചു, അത്രേ ഉള്ളൂ. ഇത്തരം ഭീകരന്മാരെ ഒതുങ്ങുന്നില്ല. പക്ഷെ അവിടെ ഒരു ഭീകരനായ മനുഷ്യൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. നാട്ടിൽ വന്ന് പഠിച്ചു, ഭയങ്കര ക്ഷമാശീലനായി. ഇവിടെ പഞ്ചാബിലെ ഭീകരൻ രക്ഷിക്കപ്പെട്ട കഥ പറയുന്ന എനിക്ക് നിന്നെ ഒതുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മനസ്സിലായോ? ശ്രദ്ധിച്ചിരി. അപ്പോൾ ഈ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് വന്ന് തിരിച്ച് നാട്ടിൽ ചെന്നൊരു ചർച്ച് പ്ലാൻ ചെയ്തു. അവർക്ക് ഗുരുദ്വാരകൾ എന്നൊരു സംവിധാനമുണ്ട്. അവിടെ ഭക്ഷണമൊക്കെ സൗജന്യമാണ്, നല്ല ഫുഡ്, ആർക്കും കഴിക്കാം. വലിയ വലിയ മനുഷ്യരൊക്കെ ഗുരുദ്വാരയിൽ നിന്ന് കഴിക്കുക, അത്ര ശുചിത്വമുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഇവരെ ഗുരുദ്വാരക്കടുത്ത് പ്രാർത്ഥന ആരംഭിച്ചു. പഴയ മതത്തിൽപ്പെട്ടവർ ഇതൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒരു ഭീകരന് വന്ന മാറ്റം. ആ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തു, ഈ തല്ലിപ്പുലി മനുഷ്യരൊക്കെ മാറിയിരിക്കുന്നു, അവർക്ക് ഒത്തിരി മാറ്റം. എന്ത് പറ്റിയെന്നൊക്കെ അറിയണ്ടേ? അങ്ങനെയാണെങ്കിൽ പാസ്റ്റർമാരവിടെ പ്രവർത്തിച്ചോട്ടെ.
കേന്ദ്ര സർക്കാർ സമ്മതം മൂളി. മനസ്സിലായില്ലേ? 10 കൊല്ലം മുമ്പ് നടന്ന കഥയാ. നമ്മളെയൊക്കെ ഇങ്ങനെ അഴിച്ചുവിടാനുള്ള സ്ഥിതി അറിയാം എന്താണ്. പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇത്രയും പ്രവർത്തിച്ചു. പഞ്ചാബിൽ ഇന്നത്തെ അവസ്ഥ, ഗുരുദ്വാരകളൊക്കെ അടഞ്ഞു. പഴയ പോലെ ഫുഡ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ആളില്ല കഴിക്കാൻ. ആളുകളിൽ വമ്പിച്ചൊരു ജനാവലി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഉണർവിൻ്റെ താപജാലകൾ ആളിക്കത്തുന്ന ഇടമായി ഇന്ത്യയിൽ പഞ്ചാബ് മാറി. പഞ്ചാബ് ഒരു കാലത്ത് അടയാളപ്പെടുത്തിയത് ഭീകരതയുടെ നാടായിട്ടാണ്. ഇന്ദിരാഗാന്ധിയുടെ വധവും സുവർണക്ഷേത്ര സംഭവങ്ങളും ഫിന്ദ്രൻ ബാലയെ പോലുള്ള ആളുകളുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ സുവിശേഷം അതിൻ്റെ അതിശക്തമായ സ്വാധീനം അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ തോക്കിന് വിലയില്ലെന്ന്, ചോരച്ചൊരിച്ചിലില്ല. ഇതൊക്കെ ആണെങ്കിലും ഒരു കാര്യമുണ്ട്. അത് ബീഹാറിലും ഛത്തീസ്ഗഡിലും നടക്കുന്നില്ല. ഇവരെ തല്ലത്തൊന്നുമില്ല ആരും. എന്താ തല്ലാത്തതെന്ന് അറിയാം? തല്ലാത്തതിന് പഴയ ഓർമ്മയുണ്ടോ? ഒരുത്തൻ വയലൻ്റായ കളി മാറും. പഴയ ആ പേടി, ആ പഴയ ഭയം കിടപ്പുണ്ട്. ഇത് ആരാന്നാ വിചാരം? എൻ്റെ നാട്ടിൽ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. സർക്കിളിൻ്റെ കൈ തല്ലിയൊടിച്ച മനുഷ്യനാണ്. അതുപോലത്തെ ഒരു വലിയ ഗുണ്ടാപ്പണി. ഒരു ദിവസം സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം അന്നത്തെ ആവേശത്തിൽ എന്നെ വിളിച്ച് പരസ്യം നടത്താൻ ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഈ ആവേശം കയറി, ഇങ്ങനെ ഒരു ആവേശക്കാരൻ കൂടെ ഉണ്ട്, വലിയ പാടാട്ടോ. പുള്ളി കയറി അടിച്ച് തകർക്കുകയും കുറേ അങ്ങ് സംസാരിക്കുക. കുറേ പേര് തല്ലാൻ വന്നു. തല്ലാനിങ്ങോട്ട് വരുമ്പോൾ ഇയാളിനെ കാണുക തിരിച്ചങ്ങ് പോവാ. അപ്പം ഞാൻ പറഞ്ഞു, നീ കണ്ടോ തിരിച്ചു പോകുന്നുണ്ടോ? നീ വയലൻ്റ് ആവുമെന്ന് ചോദിച്ചു. ഇല്ല. ഞാനവനെ ഇങ്ങനെ നിർത്തിച്ച് പറഞ്ഞോ, ഇതാണ് വന്ന മാറ്റം. നിങ്ങൾ തല്ലിക്കോ, അവനെ തല്ലിയിട്ട് പോയാൽ മതി, വന്നല്ലേ. ഇവൻ ഇന്ന് തിരിച്ച് തല്ലിയല്ല. തല്ലാത്തിൻ്റെ കാരണം അവൻ പഠിച്ച സുവിശേഷത്തിൻ്റെ ശക്തിയാണ് ക്ഷമ. അതെവിടെ വരെ അന്നറിയണ്ടേ? ക്രൂശിലെ മരണത്തോളം അത്രയും ക്ഷമിക്കാൻ കഴിയുന്ന ക്ഷമയുടെ ആഴമാണ് സുവിശേഷത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. അത് ലോകത്തെ പഠിപ്പിച്ചു ഈ മാർഗത്തിൻ്റെ ചൈതന്യം. ഇനി ആത്മാവിലെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ നേരെ വരിക. പ്രിയപ്പെട്ടവരെ, നമുക്കിന്നറിയാം, ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ഉള്ളിൽ ഇതുവരെ ഒന്നും കാണാത്ത വല്ലാത്ത മുറിപ്പാടുകൾ നിങ്ങളുണ്ടോ? നമ്മളിപ്പോൾ ഒരു യോഗം നടത്തുക, നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്യാൻ നിൽക്കുന്ന പോലെ ആളുകൾ കാണുക. വഴിയൂടെ പോകുന്നൊരു സുവിശേഷകനെ തടഞ്ഞു നിർത്തിയിട്ട് ഇയാളിനി അരി വാങ്ങാൻ പോകണോ റേഷൻ മേടിക്കാൻ പോകണോ എന്നൊന്നും അറിയണ്ട, മതപരിവർത്തനം തടയുക. അതൊക്കെ വഴിയെ പോകാൻ വയ്യ. അതാ അലഹബാദ് ഹൈക്കോടതി വെച്ച് ഈ ബൈബിൾ കൊണ്ടുപോകാൻ എന്താ തടസ്സം? നമ്മൾ എങ്ങോട്ട് പോയാലും വിശ്വാസിയുടെ വീട്ടിൽ ചെയ്യാലും പ്രശ്നം. നമ്മുടെ കയ്യിൽ ബോംബുണ്ടോ? നമ്മുടെ കയ്യിൽ ആയുധമുണ്ടോ? ഇതൊന്നുമില്ല. ഇത്ര വെറുപ്പോടെ, ഇത്ര നികൃഷ്ടമായി നമ്മെ കണ്ട് ഒരു മനുഷ്യന്റെ വില പോലും കൽപ്പിക്കാത്ത വിധത്തിൽ യേശുവിൻ്റെ അനുഗാമികളെ ചെറുതാക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമൊന്നും വേണ്ട. ഇത് നമ്മുടെ ഗുരു പഠിപ്പിച്ചതാണ്. ഞാനതിനൊരു വസ്തുത പറയാം. നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു. ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികൾ നമ്മോട് ഒന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ലൈറ്റ്, റോഡ്, വെള്ളം, വെളിച്ചം, ഇതൊക്കെയല്ലേ? കാർഡ് BPL ആക്കാവുന്നു, ഇതൊക്കെയല്ലേ പറഞ്ഞേ? കഴിഞ്ഞ തവണ ഇത് പറഞ്ഞു. ഇവർ വരുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ഈ വാഗ്ദാനമേ ഉള്ളൂ, പിന്നൊന്നുമില്ല. ഇത് ചുമ്മാ പറയുന്ന. നമ്മൾ നന്ദി കട കാണിക്കുന്നത്. ഈ വഴിയെല്ലാം അവരുണ്ടാക്കിയതാണ്, ഈ വെളിച്ചെല്ലാം അവർ ഇട്ട് തന്ന, ഇതെല്ലാം ആസ്വദിച്ചാൽ നമ്മൾ പറയുന്നത് ഇതിനകത്ത് കാര്യമില്ല, ഇവരൊന്നും കൊള്ളത്തില്ല, നന്ദി കട പറയുന്നത്. അരാഷ്ട്രീയപരമായ ചിന്ത തെറ്റാ. അങ്ങനെ അവരാ വെള്ളം തന്ന്, അവരാണ് റോഡുണ്ടാക്കിയത്, അവരാണ് പാലം കെട്ടിപ്പൊക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ് ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അവരുണ്ടെങ്കിലേ രാജ്യം നിലനിൽക്കൂ. അതിനാ ബൈബിൾ പറയുന്നത്, വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രാജ്യം നിലനിൽക്കണ്ടേ? വേണം. നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പം ആര്
ഭരിച്ചാൽ എന്താ, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയാം. രാജ്യത്തൊരു പ്രധാനമന്ത്രി ഇല്ലെന്ന് വെക്കുക, വേണ്ട, ഒരു മുഖ്യമന്ത്രി ഇല്ല, ഈ ഭരണമില്ല, ഏതെങ്കിലും ഭരണം, ഏത് പാർട്ടി ആയിക്കട്ടെ. ഇങ്ങനൊരു ഭരണമില്ലാത്ത അവസ്ഥയ്ക്കൊരു പേര് പറയും അരാജകത്വം. രാജാവില്ലാത്ത അവസ്ഥയെന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ നാട് ഭരിക്കുന്ന ആരാന്നറിയോ? ഗുണ്ടകളാണ്. യോഗം കഴിഞ്ഞ് പോക്ക് കിടക്കില്ലെന്ന് ഭരണം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭരണകൂടം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ സ്വസ്ഥതയോടെ ഈ യാത്ര ചെയ്യുന്നത്. നിങ്ങളുടെ പണത്തിന് മൂല്യമുണ്ടാവില്ല, ഗുണ്ടകൾ പിടിച്ചു മേടിക്കും. ഉൽപ്പന്നത്തിന് വിലയുണ്ടാവില്ല, അവൻ തീരുമാനിക്കും. ഗുണ്ടാ രാജാവ് ഭരിക്കാതിരിക്കാനാ നമ്മൾ ഈ വോട്ട് ചെയ്യുന്നത്. ജനാധിപത്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ആ, എന്തിനാ ഇത്രയും പറഞ്ഞേ? ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഒരു ജനപ്രതിനിധി ആയി മത്സരിക്കുന്ന MLA ആകാനായിരിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്തൊന്ന് പ്രസംഗിക്കുക, റോഡൊന്നും പുതിയതില്ലാവൻ നിങ്ങൾ കരുതണ്ട, വെള്ളവും ഇല്ല, വെളിച്ചവും ഉണ്ടാകത്തില്ല, അതുപോലെ ഭക്ഷ്യക്ഷാമം ഉണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്യുമോ? ഇതൊക്കെ ഇതെന്ത് പറ്റി? ആ പാർട്ടി വിജയിക്കുമോ? പൊളിഞ്ഞു പോകും. അതിലും വലിയ വാഗ്ദാനം പറഞ്ഞിട്ട് പാർട്ടികൾ പൊളിയുക, തീർന്നു പോവുക. എന്തോ പറഞ്ഞാലും ചിലത് പൊളിയുക. അപ്പോൾ വാഗ്ദാനങ്ങൾക്ക് പകരം ഇത്തരം മെസ്സേജ് പറഞ്ഞാൽ അണികൾ കൂടെ നിൽക്കോ? ഞാൻ പറയും നിൽക്കും. അങ്ങനെ നിർത്തി തെളിയിച്ച ഒറ്റ നേതാവേ ലോകത്തുള്ളൂ. ആ നേതാവിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. എൻ്റെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾ ഒറ്റപ്പെടും, നിങ്ങളെ പീഡിപ്പിക്കും, തെരുവിൽ വലിച്ചിഴയ്ക്കും, ആക്രമിക്കും, എൻ്റെ നാമനിമിത്തം പലരും നിങ്ങളെ നിന്ദിക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അണികളെ തങ്കിലേക്ക് ചേർത്ത അജയ്യനായ ഈ ഗുരുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ പറയാം, 2000 ആണ്ടുകൾക്കപ്പുറത്ത് അവിടുന്ന് പ്രസംഗിച്ചത് ഇതൊക്കെയാണെന്നറിഞ്ഞിട്ടും ജനകോടികളൊപ്പം നിന്നുകൊണ്ട് അവന്റെ പിന്നിൽ അണിനിരക്കുന്നതിന് പിന്നിലെ കാരണമെന്തേ? അവനത്രേ ഉലക ഗുരു, അവനത്രേ രാജാതി രാജാവ്, അവനത്രേ കർത്താതി കർത്താവ്, അവന്റെ നാമം എത്ര ശ്രേഷ്ഠകരമാ. ഇന്നും അണികൾ അവന് വിശ്വസിച്ചു കൂടാൻ കാരണം എന്താ? ഇതറിഞ്ഞിട്ട് വേണം യേശുവിനെ അനുഗമിക്കാൻ, ഇതറിഞ്ഞിട്ട് വേണം കൂടെ വരാൻ. ചില സുവിശേഷരൊക്കെ പറഞ്ഞ് ഇങ്ങനൊന്നും ഉണ്ടാകില്ല, നമുക്ക് ലോട്ടറി അടിച്ച പോലെ ഒന്നുമല്ല. പീഡയും ദുഃഖവും സങ്കടവും കഷ്ടവും വേദനയുമുള്ള ഈ സ്ഥിതിവിശേഷത്തിൽ, ഈ സമൂഹത്തിൽ ഞങ്ങൾ ആനന്ദത്തോടെ നസ്രായന്റെ ക്രൂശ് ഉയർത്തിക്കൊണ്ട് ജൈത്രയാത്ര തുടരും. അതിനുള്ള ഒരുക്കത്തിന്റെ പേരാ, ആത്മസമർപ്പണത്തിന്റെ പേരാ ക്രിസ്ത്യാനിത്വം. അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് അണികളെ ചേർത്തു. ഇവിടെ എല്ലാ സഭകൾ വ്യാപരിച്ചപ്പോൾ ചരിത്രത്തിലാദ്യമായി ആത്മാവിലെ സ്വാതന്ത്ര്യം മനുഷ്യനറിഞ്ഞു. എന്താ ആത്മാവിലെ സ്വാതന്ത്ര്യം? രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു, അതും ആത്മീയ സ്വാതന്ത്ര്യവും തമ്മിൽ കണക്റ്റഡ് ആട്ടോ. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നടന്ന സംഭവം പകലും ഞാൻ പറഞ്ഞു, സൗരങ്ങളൊക്കെ കേട്ടതാ, ക്ഷമിക്കണം. ഞങ്ങളുടെ നാട്ടിൽ കോട്ടയത്ത് തിരുനക്കര എന്നൊരു സ്ഥലമുണ്ട്, മൈതാന. ഈ തിരുനക്കര ഒരു അടിമച്ചന്തയായിരുന്നു. ഈ അടിമച്ചന്തയിലൊരു അനുഭവം ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അടിമകളെ വിലവേശി വിൽക്കുന്ന സ്ഥലം. ചങ്ങനാശ്ശേരി ഉണ്ടായിരുന്നു, അങ്ങനെ മല്ലപ്പള്ളി ഉണ്ടായിരുന്നു, ഇവിടൊക്കെ ഉണ്ടായിരുന്നു അടിമച്ചന്ത. വില കുറഞ്ഞ സ്ഥലങ്ങളിൽ ചെന്ന് നമ്മൾ കന്നുകാലിയെ വാങ്ങുന്ന ലാഘവത്തോടെ മനുഷ്യരെ ആരോഗ്യം നോക്കി, ആത്മാർത്ഥതയൊക്കെ നോക്കി വിളിച്ചുകൊണ്ട് വരും, വില കൊടുത്ത്. അവർക്കുണ്ടാകുന്ന കുട്ടികളും അടിമകൾ. അങ്ങനെ ഉള്ളപ്പോൾ മേലുകാവിൽ സുവിശേഷം അറിയിക്കാൻ തൊടുപുഴയുടെ ഭാഗത്ത് വന്ന ഹെൻറി ബേക്കർ ജൂനിയർ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ചന്ത വഴിയൊക്കെ ഇങ്ങനെ സന്ദർശിക്കുക, ഇത് കാണുക, മനുഷ്യാവസ്ഥ ഇങ്ങനെ നിരത്തി നിർത്തി വിൽക്കുക, ലേലം വിളിക്കുക, ശരീരമൊക്കെ ഇങ്ങനെ തട്ടി നോക്കും, ആരോഗ്യമുണ്ടോ, എണ്ണയൊക്കെ തൂത്ത് ശരീരം കൊഴുപ്പിച്ച് ഇങ്ങനെ മനുഷ്യനെ നിർത്തും. എന്നിട്ട് പറയും, വിൽക്കുമ്പോൾ നീ ഉറക്കം തൂങ്ങിയൊന്നും നിൽക്കരുത്, എന്നാൽ അടി കൊടുക്കും. അടി കൊടുക്കാൻ നിൽക്കുകയാണ്, പേടിച്ച് നിൽക്കിയവർ. അവനെ ബുദ്ധിമുട്ടൊന്നുമില്ല, അതാ ലൈഫെന്ന് അവനറിയാം. അവൻ്റെ ആകെ പ്രാർത്ഥന ഇത്രേ ഉള്ളൂ, ഭക്ഷണം കിട്ടണം, ഉപദ്രവം കഠിനമാകല്ലേ, ഇതേ ഉള്ളൂ. മറ്റേ ആളും പറയാം, ആൾ കുഴപ്പമില്ല,
ജോലിയൊക്കെ ചെയ്തോളും, ഞാൻ തല്ലത്തൊന്നുമില്ലായിരുന്നു. തല്ല് കിട്ടി ഒത്തിരി പാടുള്ള മനുഷ്യരുണ്ട്, മുറിവെറ്റ തീ വെച്ച് പൊള്ളിച്ച മനുഷ്യർ, ഇതൊക്കെ ഉണ്ട്. വേദനാജനകമായൊരു കാര്യമുള്ളത്, നിങ്ങൾ 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയൊരു പുസ്തകമുണ്ട്. എഴുതിയത് എൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ വിനിൽ പോളാണ്. JNUവിലെ ഗവേഷക പഠനം കഴിഞ്ഞ് ഡോക്ടർ വിനിൽ പോൾ എഴുതിയൊരു കൃതിയാണ് അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഒരു വീട്ടിൽ ഒരു സ്ത്രീ, ഭർത്താവ്, ആർക്ക് 2 കുട്ടികൾ. ഈ കുട്ടികളിൽ ഒരാൾ 7 വയസ്സുള്ള ഒരു ആൺകുട്ടി, ഇടത് 1.5 വയസ്സുള്ളൊരു മോന്, പെൺകുട്ടി. ഇവരെ വിൽക്കാൻ പോവാം അപ്പനെ അമ്മയും. അപ്പോൾ എല്ലാം പറഞ്ഞു, നിങ്ങളെ വിൽക്കുക. ഈ കുഞ്ഞുങ്ങളെ പക്ഷേ വാങ്ങുന്നതിന് വേണ്ട, കാരണം ഇവർ ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണയ്ക്ക് പോയി കഴിഞ്ഞാൽ പണിയെടുക്കാൻ വരും, പിള്ളേരെ വേണ്ട. ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ മുമ്പിൽ സാധ്യമായൊരു വഴി, തൊട്ടടുത്തൊരു അടിമക്കുടിൽ കാണും, അവിടെ അവർക്ക് കൊടുക്കും. അവിടെ 2-3 കുട്ടികളുണ്ട് ആ കൂടെ. അതുങ്ങളെങ്ങനെ കഴിയുന്നത്? പണിയെടുത്ത കൂലിയില്ല. ഒരുതരം മെടഞ്ഞെടുത്ത പാത്രമുണ്ട്, മൂട എന്നതിന് പറയുക. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന നെല്ലാണ്. ആ നെല്ല് കൊണ്ട് വറുത്ത് കുത്തി കഞ്ഞി കുടിക്കണം. ഇതാണ് അവരുടെ ഉപജീവനം. അതിനകത്ത് 2 കുട്ടികളുടെ വരിക എങ്കിൽ അവർ സ്വീകരിക്കും. കാരണം അവർക്ക് പറയാം, ഞങ്ങളുടെ അവസ്ഥ നാളെ ഇതാ. അവരറിയാം, നിങ്ങൾ പൊക്കോ, ഞങ്ങളെന്നും നോക്കിക്കോളാം, ഞങ്ങൾ എന്ത് കഴിക്കുന്നത് കൊടുത്തോളാം. അവർ പറയും, തല്ലല്ലേ, ഉപദ്രവിക്കല്ലേ, നോക്കിക്കോണം. ആ രാത്രി ഭാര്യയ്ക്കും ഭർത്താവിനും ഉറക്കമില്ല. കൊച്ചു മോനോട് പറഞ്ഞു കൊടുക്കും, കുഞ്ഞാവെ നോക്കണേ, ശ്രദ്ധിക്കണേ. ആ കുഞ്ഞ് ഉറക്കവാ. 5.5 മണിക്കൂർ നടന്ന് കുളിച്ച് റെഡിയായി പോകണം, വിൽക്കാൻ നിൽക്കുക. പോയി ഈ കേരളത്തിൽ നടന്ന സംഭവം. രാവിലെ ഉണർന്ന അമ്മ ഈ കൊച്ചു കുഞ്ഞിനെ 5.5 മണിക്കൊന്നും എണ്ണിക്കുകയല്ലോ, അതിനെ തട്ടി ഉണർത്തി വൃത്തിയാക്കി അതിവിടെയും കുളിപ്പിച്ചന്നു. 5.5 മണിക്ക് കുളിച്ചാലുള്ള സ്ഥിതി ഓർത്തി. കുഞ്ഞ് കരയാ. കുളിപ്പിച്ചെന്തിനാന്നറിയണ്ടേ? അമ്മയുടെ ഒരു ആഗ്രഹമാണ്, ഇനി കുളിപ്പിക്കാൻ നിന്നെ കൈ കിട്ടത്തില്ല, പാൽ കുട്ടുക. അത് പാൽ കുടിച്ച് തണുത്ത് അമ്മയുടെ ഒക്കം ചേർന്ന് ഉറങ്ങുക. പാൽ കൊടുത്തിട്ട് മതി വരാതെ വീണ്ടും അതിന് പാൽ കുട്ടിക്കൊണ്ടിരിക്കുക. കൊടുക്കുക ഒരു വിധം. ഇതിനെ കുഞ്ഞാവെ നോക്കണേന്ന് മോനെ പറഞ്ഞ് അവൻ അത്യാവശ്യം അറിയാൻ കാര്യങ്ങൾ. ദുഃഖത്തോടത് കരയാതെ നിൽക്കുക. അമ്മ പോകുന്നു കാണുമ്പോൾ അതിന് വിങ്ങിപ്പൊട്ടുന്നുണ്ട്. കരയില്ല, കരയില്ല. അപ്പനും അമ്മയ്ക്കും പോലും കരയാൻ അനുവാദമില്ല. അങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ഈ സങ്കടത്തിൻ്റെ ഒരു കടൽ ഇരമ്പാൻ കിടക്കുന്ന അവസ്ഥയാണ് ആത്മാവിലെ സ്വാതന്ത്ര്യമില്ലായ്മ. ഈ സെയിം അനുഭവത്തിലൂടെ പോകുന്നവർ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നേ. അടിമത്തത്തിൻ്റെ മറ്റൊരു തലം. പ്രാർത്ഥിക്കാൻ വയ്യ. സങ്കടക്കട ഇരമ്പി ഇരമ്പി ജീവിതം മുഴുവൻ വഴിമുട്ടി അടുത്തതെന്തെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ ഈ അപ്പനും അമ്മയും ഭൗതികമായി അനുഭവിക്കുന്നതെന്തോ ആ അളവിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ. നല്ല വീടുണ്ട്, സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ വിവരിക്കാനാവാത്ത ഒരു വല്ലാത്ത ദുഃഖം, ഒരു ദുരിതം. നാളെ വിൽക്കപ്പെടും, കുഞ്ഞിനെ കാണാൻ വയ്യ. എന്നേക്കുമുള്ള യാത്ര. ഇനി എവിടെ കാണും? കണ്ടെങ്കിലായി, ഇല്ലെങ്കിലായി. ചെറിയ വേർപാട് പോലും വേദനാജനകമല്ലേ? 2-3 കൊല്ലം കഴിഞ്ഞ് സാധന സാമഗ്രികളും വണ്ടിയിൽ കെട്ടിവെച്ച് പോകുന്ന പാസ്റ്ററെ യാത്ര അയക്കാൻ, പാസ്റ്റർക്ക് യാത്ര പിരിയാൻ, ആ കുഞ്ഞുങ്ങൾക്ക് പിരിയാൻ ദുഃഖമാണെങ്കിൽ എന്നേക്കും വഴിപിരിയുന്ന അപ്പൻ്റെ അമ്മയുടെ വ്യഥ നിങ്ങൾ ആലോചിച്ചേ. അത്തരം പ്രതിസന്ധി നിറഞ്ഞൊരു മണ്ണിൻ്റെ പേരായിരുന്നു കേരളം. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പേരിൽ പി ഭാസ്കരൻ ഉണ്ണി എഴുതിയ ഒരു പുസ്തകം കിട്ടും. എത്ര ഹീനമായിട്ടായിരുന്നു ഈ രാജ്യത്ത് മനുഷ്യൻ കഴിഞ്ഞിരുന്നത് എന്നുള്ള വേദനയുടെ ഉണങ്ങാത്ത മുറിപ്പാടുകളുടെ നേർസാക്ഷ്യം ആ പുസ്തകം തരും. എടുക്കും. നേരം വെളുത്തും ഇവർ 2 പേരും പോവാ. വളർത്താൻ ഏൽപ്പിച്ച അയൽ വീട്ടുകാർ വന്നു. അവർ തമ്മിൽ ഒത്തിരി വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
ചീത്തവിളിയൊക്കെ നടന്നിട്ടുണ്ട്, മനുഷ്യരുടെ ജീവിതമല്ലേ. പക്ഷെ അവർ രണ്ടും വന്നിട്ട് പറയാ, നിങ്ങൾ പോവല്ലേ, നമ്മൾ തമ്മിലുള്ള ഇടപാടിൽ ഒത്തിരി കുറ്റം വന്നിട്ടുണ്ട്, ക്ഷമിക്കണം, ഞങ്ങൾ ഇതുപോലെ പോകാനുള്ളവരല്ലേ, ഒന്നുറപ്പാ, ഞങ്ങൾക്കുള്ളതൊക്കെ നീ മക്കൾക്കുണ്ട്. മക്കളും പോവാ. വിൽക്കുന്ന ഇടം വരെ നടന്ന് ഈ കൂട്ടുകാരും വരിക. ഇരത്തി വിൽക്കാൻ നിൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുണർന്നു. ഉണർന്ന കുഞ്ഞിൻ്റെ അമ്മയുടെ അരികിലേക്ക് വരാനുള്ള വ്യഗ്രത കണ്ട് 7 വയസ്സുകാരൻ അതിനെ വാങ്ങി കൈപ്പിടിക്കുക. അമ്മ പൊട്ടിക്കരഞ്ഞ്, അപ്പൻ പൊട്ടിക്കരഞ്ഞ് വിട പറയാൻ ഒരുമ്പിടുമ്പോൾ ഈ ഉടമ വന്നിട്ട് പറയുക, ഇനി മുതൽ നിൻ്റെ യജമാനൻ ഇതാ, അനുസരിച്ചൊക്കെ പൊക്കോണം. എന്നിട്ട് കരം കൊടുത്ത് അടിമയെ പിടിച്ചങ്ങോട്ട് കൊടുക്കും. ചിലപ്പോൾ കെട്ടിയ കൈ രണ്ടും കെട്ടിയായിരിക്കും കൊടുക്കുന്നത്. അവർക്കതിൽ പ്രതിഷേധമൊന്നുമില്ല, അങ്ങനെ ആ ജീവിതം. പക്ഷെങ്കിൽ ഹെൻറി ബേക്കർ ജൂനിയർ എന്നൊരു ദേവദാസനുണ്ട് നിൽക്കുക. അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞു, മക്കളെന്തിനാ കരയുന്നേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? മലയാളം അറിയാൻ പുള്ളിക്ക്. കേട്ടു. വാങ്ങാൻ ചെന്ന ആളിനോട് ചോദിച്ചു, ഇവർക്ക് എത്ര വില കേട്ടു. എത്ര ഉറുപ്പിക്ക് കൊടുക്കും, എനിക്ക് തരുമോ? കൂടിയ വില കിട്ടിയാൽ തരാം, ഞാൻ മേടിച്ചല്ലേ. ആ വില എണ്ണി കൈ കൊടുത്തിട്ട് അവരെ ഇങ്ങ് വാങ്ങിയിട്ട് മക്കളെ ചേർത്ത് കയ്യിലേക്ക് കൊടുത്തു പറഞ്ഞു, വാ എൻ്റെ കൂടി ഇങ്ങ് പോരാൻ. പോരുമ്പോൾ നല്ല കയ്യിലെ വിലപിടിപ്പുള്ള സോപ്പും ചീപ്പും കണ്ണാടിയൊക്കെ കൊടുത്തപ്പോൾ അവരാദ്യം കാണാം ഇതൊക്കെ. അവർ ചോദിച്ചു, ഞങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ ഒക്കില്ല, വസ്ത്രം ധരിക്കാൻ ഒക്കില്ല. ഹെൻറി ബേക്കർ പറഞ്ഞു, ഇന്നലെ വരെ നിങ്ങൾ മറ്റാരുടെയോ സ്വന്തമായിരുന്നല്ലോ, ഇന്നു മുതൽ എൻ്റെ അല്ലേ, എൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ട ആൾ എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിക്കും, ആരും തടയല്ല, വരാൻ പറഞ്ഞു. അടിമയെ വസ്ത്രം ധരിപ്പിച്ച് അവനെ സോപ്പ് കൊടുത്ത് കുളിപ്പിച്ച് അവന് പോഷകാഹാരം കൊടുത്ത് അവനെ ശക്തിപ്പെടുത്തി ഈ തലമുറയൊക്കെ ആരായി മാറിയെന്ന് എനിക്ക് വിശദീകരിക്കാൻ നേരം പോരാ. എന്തിനാ ഇത് പറഞ്ഞേ? ഈ മാറ്റത്തിൻ്റെ സന്ദേശം ഈ കേരളക്കരയ്ക്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട്, സത്യമാ. പക്ഷെ ഇന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെ? മതം മാറി, പാൽപ്പൊടി കഴിച്ചു, ഭക്ഷണം കഴിച്ചു, ഇതെന്തിനാ ഇതൊക്കെ കഴിക്കേണ്ടി വന്നതെന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യരാശിയെ പിടിച്ചെടുത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പുത്തൻ ലോകത്തിലേക്ക് അവനെ കൊണ്ടെത്തിച്ച പ്രക്രിയ, സുവിശേഷത്തിൻ്റെ വിമോചനം, ആ വിളംബരത്തിനും ആണ് ഞങ്ങൾ ഇന്ന് ആവർത്തിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അടിമ നുകത്തിൽ ഇനി കുടുങ്ങിപ്പോകരുത്, അതിൽ ഉറച്ചു നിൽക്കണം. ആ ഉറപ്പ് നഷ്ടപ്പെട്ട ചിലരൊക്കെ മടങ്ങിപ്പോകുമ്പോൾ, എന്തൊക്കെയോ പ്രതീക്ഷകളുടെ വഴിത്താരയിലൂടെ തിരിച്ചു പോകുമ്പോൾ, മാറി നിന്ന് ജയമെടുക്കുന്ന ദൈവത്തിൻ്റെ പൈതങ്ങൾ തിരിച്ചറിയണം, ജീവിക്കുന്നതും മരിക്കുന്നതും യേശുവിന് വേണ്ടിയാ, നിലനിൽക്കുന്ന യേശുവിന് വേണ്ടിയാ, ഈ ശരീരം യേശുവിന് വേണ്ടിയാ. വിലയും നിലയുമില്ലാത്ത എനിക്ക്, വിലയും നിലയുമില്ലാത്ത നിനക്ക് പദവി തന്നവൻ, സ്വീകരിച്ചവൻ, ഉൾക്കൊണ്ടവൻ, വീണ്ടെടുത്തവൻ ഈ നസ്രായനായ യേശുവിനെയും അവിടുത്തെ വീണ്ടെടുപ്പിനും പ്രക്രിയയെയും ഈ രാത്രി വിമോചനത്തിന്റെ സന്ദേശമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് ബന്ധനങ്ങളെ തകർക്കുന്നു, അത് ഇരുട്ടിന്റെ കോട്ടകളെ തകർക്കുന്നു. ഇതാ സുവിശേഷത്തിന്റെ സന്ദേശം. അതൊരു ദേശത്ത് ഇരുട്ടിന്റെ ആത്മാക്കളെ ചെറുക്കും, പൈശാചികമായ മണ്ഡലങ്ങളെ തകർക്കും. സുവിശേഷം ഉള്ളെടുത്ത് ഇരുട്ടിന് വാഴുവാൻ സാധിക്കില്ല, അത് വെളിച്ചമാണ്. സുവിശേഷമുള്ള ഇടത്ത് ദുർമന്ത്രവാദങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല, അത്തരം ആശയങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല, മരണത്തിന്റെ ആശയങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ അത്തരം പ്രതിലോമ ശക്തികൾ ഉയരാൻ കാരണം എന്തെന്നറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥന കുറയുന്നിടത്ത്, ആരാധന കുറയുന്നിടത്തത്, ആത്മാവിലെ മുഴങ്കാൽ യുദ്ധം കുറയുന്നിടത്ത് ചിലപ്പോഴൊക്കെ പരാജയം വരും. തിരിച്ചു പിടിക്കാൻ ഒറ്റ വഴി, അത് മുഴങ്കാലിൽ പ്രാർത്ഥിക്കുക, ദേശത്തെ മുഴുവൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക, ഈ ടെറിട്ടറി മുഴുവൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ആത്മാവിന്റെ അധിനിവേശ മണ്ഡലങ്ങളിൽ ദുഷ്ട
ഒരുത്തൻ ഇടപെടാൻ കഴിയാത്ത വിധം ഈ മണ്ഡലത്തെ മാറ്റിമറിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു കാഴ്ച കാണാൻ സാധിക്കും. കൂട്ടത്തോടെയുള്ള സ്നാനം, കൂട്ടത്തോടെയുള്ള ആത്മനിറവ്, ഇതുവരെ കാണാത്ത വിധത്തിൽ ശത്രു അപകരിച്ചു വച്ചിരിക്കുന്ന ജീവിതങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന കൽപ്പനയുടെ സന്ദേശമാ സുവിശേഷം. കർത്താവ് പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിൽ സ്ഥിരപ്പെട്ട സകല അധികാരവും പിതാവ് എനിക്ക് തന്നിരിക്കുന്നു, ആ അധികാരം ഞാൻ നിങ്ങളിലേക്ക് വിന്യസിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടണം. ആരുടെ പക്കൽ ഈ അധികാരമുണ്ട്? അധികാരം ഏറ്റെടുത്തിട്ട് പറയാ, എനിക്ക് അധികാരം തന്നവൻ അങ്ങാണെങ്കിൽ ഞാനിതാ ഈ ബലത്തോടെ പുറപ്പെടുന്നു. എന്താ അധികാരം കിട്ടിയാലുള്ള പ്രത്യേകത? നമ്മൾ കണ്ടിട്ടില്ലേ, ഈ റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ ആ കരാറെടുത്ത ആൾ നമ്മളെ വണ്ടിയൊക്കെ അതിലേ പോകാൻ അനുവദിക്കും. തൽക്കാലത്തേക്ക് അവിടെ ഒരു ഭായിയെ നിർത്തും. എന്തിനാ? പച്ചക്കൊടിയും ചുമന്ന കൊടിയൊക്കെ കൊടുത്തോടെ നിർത്തും. അവനിങ്ങനെ കൊടി കാണിക്കുമ്പോൾ നമ്മൾ നിർത്തും. എന്താ നിൽക്കാൻ കാരണം? അവൻ ഗസറ്റ് റാങ്കി പോസ്റ്റിംഗ് ഉള്ള ആളൊന്നും ആയിട്ടല്ല. അവൻ ഇപ്പോൾ ഒരു അധികാരമുണ്ട്, കളക്ടർ വന്നാലും തടയും. കാരണം അവിടെ ചെന്നാൽ ടാറ് പറ്റുമോ? അതാ കാര്യം. ഇവിടെ നിൽക്ക്, നിർബന്ധമാണ് അങ്ങോട്ട് തിരിച്ചു വരോ പറ്റിയല്ല, വലിയ പാടാ. ഈ അധികാരം കിട്ടിയത് എവിടുന്നാ? മുകളിൽ നിന്ന് കിട്ടിയ അധികാരം റോഡ് പണി കരാറെടുത്തവൻ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന വ്യവസ്ഥയിലെടുത്തതാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഉള്ളന്നേ, നമ്മൾ ദുർബലരാ. പക്ഷേ ഉയരത്തിലൊരധികാരം, സകല അധികാരവും പിതാവ് എനിക്ക് തന്നിരിക്കുന്നു. ഈ അധികാരമുള്ളവരാ യേശുവിൻ്റെ അനുഗാമികൾ. ഇളകി വരട്ടെ പൈശാചിക ശക്തികൾ, ഇളകി വരട്ടെ ദുരാത്മാക്കൾ, ഇളകി വരട്ടെ പ്രതിലോമ ശക്തികൾ. നിന്നാൽ ഞാൻ പടക്കൂട്ടങ്ങളുടെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഈ നിയോഗത്തിന് ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഉറക്കം വേണ്ട, ക്ഷീണം വേണ്ട, മാന്യം വേണ്ട, മന്ദത വേണ്ട, ഉണർന്ന് പ്രവർത്തിക്കുന്നവരുടെ ഒരു കാലഘട്ടം ഇവിടെ സംജാതമായിരിക്കുക. ഇനി അവരെ കൊണ്ടാണ് പ്രവർത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ നീട്ടണ്ടില്ല. ആത്മാവിലെ ആ സ്വാതന്ത്ര്യത്തെ ഒന്നുകൂടി ഒന്ന് വ്യവഹരിക്കണം. ഇന്ത്യയിൽ രേഖാമൂലമുള്ള ആദ്യത്തെ മതപരിവർത്തനം, ആ പേര് ഉപയോഗിക്കാം, നടന്നത് 1854 1854 നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന സ്ഥലത്താണ് ആദ്യമായി ഒരു തനി കേരളീയൻ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് തെയ്യത്താൻ എന്നായിരുന്നു. ശരിക്കുള്ള പേര് ദൈവത്താൻ എന്നാണ്. ഉച്ചരിച്ചെങ്ങനെ ആയിപ്പോയി തെയ്യത്താൻ. ഞാനിതോടത്ത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അങ്ങനെയല്ല, ഇയാളെ ഈ നല്ല പേരിട്ട് വിളിക്കാൻ യജമാനന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവനെ തെയ്യത്താനെന്ന് വിളിച്ചു എന്ന്. അത് തെറ്റാ. ഭാഷ വഴങ്ങാൻ അവനും പ്രയാസമുണ്ടായിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെ ഇരുന്നാലും ഈ യജമാനനും വലിയ പഠിപ്പും വിവരമൊന്നുമില്ല. എന്തിന് യജമാനനെക്കുറിച്ച് പറയണം? നിങ്ങൾ കേട്ടിട്ടുള്ള ചെമ്പകരാമൻ വേലുത്തമ്പി ദളവ എന്നൊരു പേരിട്ടുണ്ടല്ലോ. വേലുത്തമ്പി ദളവ ഇവിടെ മൊത്തം പേരാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം വായിക്കണം. ഞാനിത് വായിച്ച് ചിരിച്ചുപോയി. അതിനകത്തൊരു പ്രയോഗം, ഇത്രയും വലിയ ദളവയ്ക്ക് ഈ പദവിയിലിരുന്ന മനുഷ്യന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ അറിയില്ല. അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഇംഗ്ലീഷ് കമ്പനി എന്നൊന്ന് പറയാൻ ശ്രമിച്ചിട്ട് അതും വിജയിക്കുന്നില്ല. ആ കുണ്ടറ വിളംബരത്തിൽ ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയാൻ ശ്രമിച്ചിട്ട് വേലുത്തമ്പി ദളവ പറയുന്നത് എന്താണെന്നറിയണ്ടേ? ഇങ്കരിച്ച് കുമ്പഞ്ചി. എങ്ങനെയാ? ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഇങ്കരിച്ച് കുമ്പഞ്ചി, ഇന്ത്യ വിട്ടു പോകണം. ഇതാ സ്ഥിതി. എന്തിനവിടെ പോകണം? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആധാരം പരിശോധിച്ച് അതിലൊരു ഭാഷയാണ്. എന്തെന്നാണെന്നറിയണ്ടേ? പണ്ടാരപ്പാട്ട വക സ്ഥലം. വായിച്ചിട്ടുണ്ടല്ലേ? എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഭൂമിയൊക്കെ രാജഭണ്ഡാരം വഴി വകയായിരുന്നു, ട്രഷറി. ഇത് ഈ ഭണ്ഡാരം. അപ്പോൾ അത് എഴുതി പണ്ടാരം എന്ന്, പണ്ടാരപ്പാട്ട. അത് പോട്ടെ, അന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥയൊക്കെ അതാണ്. പക്ഷേ ഇപ്പം 2026 ഇപ്പോഴും എഴുതുന്ന പണ്ടാരപ്പാട്ടാണ്. എന്തിനാടാ നീയൊക്കെ ഈ IAS എടുത്ത് ഈ ജീവിക്കുന്നത്? ഇതേലും ഒന്ന് മാറ്റണ്ടേ? എന്തൊരു IAS ഇത്? റവന്യൂ വകുപ്പുണ്ട്, അവിടെ കുറേ സെക്രട്ടറിമാരിപ്പുണ്ട്. മനുഷ്യന് മനസ്സിലാകാത്ത പഴയ ഭാഷയിൽ പണ്ടാരപ്പാട്ടം. നാണം വന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റി. അതിനല്ലേ ഈ ശമ്പളം തരും.
എന്തിനാ ഇത്തിരി പറഞ്ഞെന്നറിയണ്ടേ? ഇതിലൊക്കെ അത്യാവശ്യം മാറ്റം വന്നത് ഞങ്ങൾ ഭാഷ പഠിപ്പിച്ചു, പത്രമിറക്കി, 80 ഭാഷയ്ക്ക് നിഘണ്ടു തയ്യാറാക്കി, 125 ഭാഷയ്ക്ക് വ്യാകരണം തയ്യാറാക്കി, ഹിന്ദി അടക്കം ഈ രാജ്യത്തെ മുഴുവൻ നവീകരിച്ച് അറിവിൻ്റെ വെളിച്ചം ഈ ദേശത്തിന് നൽകിയത് യേശുവിൻ്റെ ആത്മാവുള്ള സുവിശേഷ പ്രവർത്തകരാണെങ്കിൽ ഇന്നതിൻ്റെ വഴികളെയൊക്കെ തടയുമ്പോൾ ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാം, സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇരുളിന് പിടിച്ചെടുക്കാൻ കഴിയാത്ത സത്യവെളിച്ചത്തിന്റെ പ്രവാഹ സരണിയിൽ നമ്മൾ 2026 ആണ്ട് പിന്തുടരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം, വിജയം നമ്മുടെ പക്ഷത്താ. സ്തോത്രം. അപ്പൊ തെയ്യത്താൻ എന്ന മനുഷ്യൻ അല്ലപ്പള്ളിയിലൊരു വയലിൽ കിടന്ന് പണിയാണ്. നഗ്നത മറയ്ക്കാൻ ഒരു കൂമ്പ് പാള കെട്ടിയിട്ടുണ്ട്. രസം കേട്ടോ. അന്നത്തെ ഏറ്റവും ഇല്ലായ്മക്കാരന് കൂമ്പ് പാളയാണ് വസ്ത്രം. ഇന്ന് സമ്പന്നൻ്റെ വസ്ത്രം കെട്ടാൻ എന്തറിയാം, ഈ പാളയുടെ സ്ഥാനത്തൊരു പട്ടു വസ്ത്രം. പക്ഷേ സംഗതി ഇത്രയൊക്കെ ഉള്ളൂ. എന്തിനത്രയും പോകണം? നമ്മുടെ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ വായിക്കണം, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ. ചുള്ളിക്കാട് പറയുന്ന അദ്ദേഹത്തെ കാണാൻ വീട്ടിൽ ചെറുപ്പത്തിൽ വരുമ്പോൾ ആൾക്കാർ വിശേഷമായിട്ട് കൊടുത്തു പോകുന്നത് ഈ പട്ടു കൗവീനമായിരുന്നു. കൗവീനം എന്താണെന്നൊന്നും നേരിട്ട് ഞാൻ പറയുന്നില്ല, പോട്ടെ. അപ്പോൾ ഉള്ളവൻ്റെ വേഷമാണ് പട്ടു കൗവീനം. ഇതൊക്കെ കൊടുത്താണ് ഇങ്ങനെ പോകുന്നത്. ഇന്നത്തെ മാഷുമാരെയൊക്കെ കണ്ടില്ലേ, ഷർട്ടൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. കൊല്ലം റാണിയെ കാണാൻ വന്ന ബ്രിട്ടീഷുകാരൻ ന്യൂ ഹാഫ്മാൻ എന്നൊരാൾ റാണിയെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം അര മുതൽ മുട്ടുവരെ മാത്രം ഒരു തരം തുണി, എന്നിട്ട് അലസമായി പറന്ന് കളിക്കുന്നൊരു തുണി കഴുത്തിലും പുതച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ആടയാഭരണങ്ങളുണ്ട്. അരഞ്ഞാണപ്പട്ട പുറത്തിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടെന്നൊന്ന് കാണിക്കാനാണ്. വസ്ത്രമില്ല, വീണ്ടും വണ്ണം. തൊട്ടടുത്ത് കൊമ്പം മീശ വെച്ച പട്ടാളക്കാർ നിൽക്കുകയാണ്. ഉള്ളത് പറയണമല്ലോ, തലയിൽ നല്ലൊരു തലപ്പാവുണ്ട്. 3-4 മുഴം തുണിയുണ്ട്, 4-5 മുഴം തുണി. തുണി വേണ്ടെടുത്ത് കഷ്ടിച്ച് 2 ഇഞ്ച് കൗവീനം. പട്ടാളക്കാരൻ്റെ വേഷമായിരുന്നു പണ്ട്. എങ്ങനെയുണ്ട്? ശരി, മനസ്സിലായോ? ഇതായിരുന്നു നമ്മുടെ നാട്. അധികം മുമ്പില്ലാത്ത നമ്മുടെ നാടിതാ. ഇന്നിങ്ങനെ നിന്നുപോയാൽ അവൻ നേരെ അകത്തു പോകും. നിൽക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. അതാ രാജ്യ നിയമം. അപ്പം ഈ മനുഷ്യൻ ഇങ്ങനെ വലിക്കിടന്ന് പണിയാണ്. ഹോക്സ്വർത്ത് എന്ന് പറയുന്ന മിഷണറി ഇതെല്ലാം ഇങ്ങനെ നോക്കി കരക്കി നിൽക്കുക സായിപ്പ്. അപ്പം ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജോലിക്കാരല്ല കേട്ടോ, മിഷണറിമാർ വേറെ വന്ന. കൊള്ളയടിക്കാൻ വന്ന മിഷണറിമാരെയും കൊള്ളയടിക്കാൻ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും സുവിശേഷം പറയാൻ വന്ന മിഷണറിമാരെയും നിങ്ങൾ ഒന്നിച്ചു കൂട്ടണ്ട. മിഷണറിമാർ ഒരു തുണ്ട് ഭൂമിയും കൊള്ളയടിച്ചില്ല, ഒരു തരി പൊന്നും കൊണ്ടുപോയില്ല, ഒരു പിടി കുരുമുളകും കൊണ്ടുപോയില്ല. കൊള്ളയടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സ്വന്തം സ്വത്തുമൊക്കെ നാട്ടിലുള്ളത് വിറ്റ് ഈ രാജ്യത്ത് വന്ന് ഇവിടെ പ്രവർത്തിച്ച് ഇവിടെ മരിച്ചു വീണു. ഇല്ലം കയറിയിടക്ക് അനുഭവത എന്തറ്റി. ഇദ്ദേഹം നോക്കുമ്പോൾ ഇദ്ദേഹം കുറേ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വയലിൽ കിടന്ന് പണിയുമ്പോൾ ഉച്ച സമയമാകുമ്പോൾ ഫുഡ് കഴിക്കാൻ കയറുക. വട്ടയില പറിച്ച് വയൽ വരമ്പത്തൊരു കുഴിയുണ്ടാക്കി അതിലില ഇട്ട് കഞ്ഞി വിളമ്പി ആരോ കൊടുത്തു. അതിങ്ങനെ വാരി കഴിക്കുക. കൈ കഴുകണമെന്നൊന്നും അറിയില്ല, ചേറുണ്ട് കയ്യിൽ. കഴിക്കുക, കൈ കഴുകണമെന്നോ ഒന്നും അറിയില്ല. നിർവികാരതയുടെ മുഖം, ക്ഷീണിച്ച വശൻ. ഈ മനുഷ്യൻ അടുത്ത് വന്നു. ഇവിടെ വന്ന് പേടിയാ മനുഷ്യനെ കാണുമ്പോൾ. അകലം പാലിച്ച് നിൽക്കണം. ഏയ് ഇവിടെ വാ, മലയാളം അറിയാം പുള്ളിക്ക്. വന്നു ഇങ്ങനെ നിൽക്കുക. പേര് പറഞ്ഞു. നിനക്കെത്ര കൂലി കിട്ടുന്നു? കൂലി ഇല്ല. ചക്രം എന്നാണ് പൈസയ്ക്ക് പറയുന്നത്. ചക്രമില്ല. പിന്നെ നെല്ല് തരും. ഇതെല്ലാം കേട്ടു. കൂലി കിട്ടാത്തതിൽ ദുഃഖമുണ്ടോ? ഏയ് എൻ്റെ യജമാനൻ നല്ല ആളാണ്, ആഹാരമൊക്കെ തരുമല്ലോ, കഞ്ഞി ഇവിടെ തരും. പിന്നെ പോകാൻ നേരം ഇതിൻ്റെ ഒരളവ് മാറ്റി വെച്ച് വീട്ടിൽ കൊണ്ട് മക്കൾക്കൊക്കെ കൊടുക്കും. ഈ വാടയിൽ ഈ പുതഞ്ഞ
കഞ്ഞിയും ചമ്മന്തിയൊക്കെ കഴിക്കാൻ കുഞ്ഞുങ്ങൾ വീട്ടിൽ കാത്തിരിക്കുകയാണ്. വാഴയിലല്ല, വട്ടയിലില്ല. അതുങ്ങൾക്കത് മതി. നിൻ്റെ യജമാനാരാ പറഞ്ഞു. പോയി കണ്ടു ചോദിച്ചു. അയാളെ എനിക്ക് തരുമോ? വില തരാം. വില കൊടുത്തു. ആ കുടുംബത്തിലെ 8 പേരെ വിലക്ക് വാങ്ങി. വില ഉറപ്പിച്ചു. 8 പേർക്കും പണം കൊടുത്ത് ഹോക്സ് വർത്തുന്ന മിഷണറി കൊണ്ടുവന്ന് മല്ലപ്പള്ളി ആറ്റിൽ സ്നാനപ്പെടുത്തുകയല്ല ചെയ്തേ. കൊണ്ടുവന്നിട്ട് നല്ല നിറമുള്ള സുഗന്ധമുള്ള സോപ്പ് കൊടുത്തു. പുള്ളി കുറച്ച് പേര് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കണ്ടിട്ടൊക്കെ ഉണ്ട്. കുളിക്കേണ്ട രീതി പറഞ്ഞു കൊടുത്തു, സോപ്പിടാൻ പറഞ്ഞു കൊടുത്തു. ജീവിതത്തിൽ ആദ്യം അടിമ സോപ്പ് കണ്ട ദിവസമാണ്. സോപ്പിട്ട് കുളിച്ചു കയറി വന്നപ്പോൾ കയ്യിലുള്ള തുണി വെട്ടി മുറിച്ചു കൊടുത്തു. ഇതിൻ്റെ പക്കൽ ബാഗിലുള്ള തുണി ഇത് കൊടുക്കാൻ പറഞ്ഞു. പേടിയാ, പോകുന്ന വഴിക്ക് അടി കിട്ടും. ഏയ്, എൻ്റെ കൂടെ ഒന്നാളും നിന്നെ ആരും അടിക്കില്ല. തുണി ഉടുപ്പിച്ചു. വീട്ടുകാരെയൊക്കെ കൊണ്ടുവന്നു. പള്ളിയും വിശ്വാസത്തിലും ഒന്നും ചേർത്തില്ല. തിരുവല്ലയിലെ മിഷൻ സ്റ്റേഷനിൽ കൊണ്ട് പാർപ്പിച്ചിട്ട് അക്ഷരം പഠിപ്പിച്ചു. പാട്ട് പാടാനും ബൈബിൾ വായിക്കാനും പഠിപ്പിച്ചു. ബൈബിളൊന്നും ഫുള്ളില്ല, ഇംഗ്ലീഷൊക്കെ ഉള്ളെന്ന് പഠിപ്പിക്കാൻ. അത് പഠിപ്പിച്ചു. മലയാളം പറയാൻ പഠിപ്പിച്ചു. എന്നിട്ട് ലണ്ടനിലെ മിഷൻ ഹെഡ്ക്വാർട്ടറിൽ പ്രസിദ്ധം ചെയ്യുന്ന 75 ചോദ്യങ്ങളുണ്ട്. ആ 75 ചോദ്യങ്ങളിൽ ദൈവം ആര്, മനുഷ്യനാര്, ആത്മാവെന്ത്, നിത്യത എന്ത് ഇത്യാദി കാര്യങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന എങ്ങനെ? ഈ 75 ചോദ്യത്തിന് ഒറ്റ കൊല്ലം പഠിച്ച് മറുപടി പറയണം. ജോലിയൊക്കെ ഉണ്ട്. ഈ ഒരു കൊല്ലം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് 1854 സെപ്റ്റംബർ മാസം 10-ാം തീയതി 8 പേരെ നിരത്തി നിർത്തി മിഷണറി സ്നാനം കൊടുത്തു. ഇതാദ്യത്തെ മതപരിവർത്തനമായി ചരിത്രരേഖകളിൽ കാണുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് കേരളം ഇതുവരെ കാണാത്ത സമാനതകളില്ലാത്ത സംസ്കാര ചിത്തതയിലേക്ക് മനുഷ്യരാശി മാറിയത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ സകലവിധ ആനുകൂല്യങ്ങളും മൃഗിച്ചിട്ട് ആസ്വദിച്ചിട്ട് ഈ സുവിശേഷത്തെ മനുഷ്യൻ എന്തുകൊണ്ട് വെറുക്കുന്നു എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒന്നും ചരിത്രാവബോധമില്ല. നിങ്ങളും ഞാനും ഇനിയുള്ള കാലത്ത് എങ്ങനെ സുവിശേഷം ഇന്ത്യയിലെത്തിയെന്നും എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്നുമുള്ള ഉള്ളടക്കങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ ഉള്ളടക്കം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ഒരു ജീവിതമുള്ളൂ ഭൂമിയിൽ, ഒറ്റ ജീവിതം. ഈ ഒരു ജീവിതത്തിൽ നമ്മളെല്ലാം പരിക്ഷീണരാകുന്നൊരു ഘട്ടമുണ്ട്. ഞാൻ ചില നാൾക്കപ്പുറത്ത് കോവിഡ് ബാധിതരായ ആളുകളുടെ കുറേ പേരുടെ ശവം അടക്കിയിട്ടുണ്ട്. അതിലെൻ്റെ ഭാര്യാപിതാവിൻ്റെ സഹോദരനും ഉണ്ടായിരുന്നു, മരിച്ചു. ആരും വരുന്നില്ല, വണ്ടിക്ക് കൊള്ളില്ല. ഞാൻ ചെന്നു കാണാൻ, ബോഡി കൊണ്ടുവരാൻ. ഞങ്ങൾ 3-4 പേരുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് മനുഷ്യജീവിതത്തിൻ്റെ നിരർത്ഥകത എന്താണെന്ന് അറിയണ്ടേ. ഈ ബാഗിനുള്ളിൽ നമുക്ക് കാണാവുന്ന ഒരു പോളിത്തീൻ പോലുള്ള കവറ്, അതിനുള്ളിൽ സിബൊക്കെ ഉണ്ട്. ഈ മനുഷ്യശരീരങ്ങൾ ഇങ്ങനെ വിറകടിക്ക് പോലെ ചെതറി കിടക്കുകയാണ്. ഒരു ടാഗ് കെട്ടിയിട്ടുണ്ട്, പേരുമൊക്കെ എഴുതി. അത് കണ്ടുപിടിച്ചോണം. അവർക്കിത് കണ്ടുപിടിക്കാൻ പാടാ. നമ്മളതിലെ ശവങ്ങളെ നീക്കി ഇതിൻ്റെ ഇടവഴി നടന്നു. നമുക്ക് വേണ്ട വിധത്തിലെ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്, മാസ്കൊക്കെ ഉണ്ട്. അതിൽ നടന്ന് ഈ അപ്പനെ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതക്കിടയിൽ, ശ്രമത്തിനിടയിൽ വല്ലാതെ മനസ്സിനെ വിഷമിപ്പിച്ചൊരു കാഴ്ച. ഒരു 8 വയസ്സുകാരി കുട്ടി, ഏഞ്ചൽ എന്ന് പേര്, അതിൻ്റെ ബോഡി മരിച്ചെടുക്കുക. എൻ്റെ കാലിൽ ഇതുപോലെ ടാഗിൽ കെട്ടിയിരിക്കുകയാണ്. ഏഞ്ചൽ, വയസ്സ് 8, തൂക്കം 17 കിലോ, അങ്ങനെ കണ്ട വെയിറ്റ് എടുത്തിട്ടിരിക്കുക. തൊട്ടപ്പുറത്ത് പ്രായമുള്ള ആളുകൾ, യുവതികൾ, യുവാക്കന്മാർ നിരർത്ഥകമായി കിടക്കുന്ന ഈ ശവശരീരങ്ങൾക്കിടയിൽ ഇതിലൊന്നിനെ പൊക്കിയെടുക്കണം. കോട്ടയം മുട്ടമ്പലത്തുള്ള ശ്മശാനത്തിൽ കൊണ്ട് കരിക്കണം. പ്രാർത്ഥനയൊക്കെ നടത്താൻ തടസ്സമില്ല. ഫോറൻസിക്കിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്,
മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരെ പഠിപ്പിക്കുന്നു. മരിച്ചവൻ്റെ ഒരു ഗുരു, അവൻ പഠിപ്പിക്കുക. എന്താ പഠിപ്പിക്കുന്നത്? ഒരു ദിവസം നിനക്കും ഇതുപോലെ ഇവിടെ വരണം. ഒരു ദിവസം സകല ഭൂവാസികളുടെയും വഴി. മനുഷ്യൻ ആരായാൻ ശ്രമിച്ച ജീവിതത്തിലെ ഉദ്വേഗജനകമായ ഏറ്റവും വലിയ ചോദ്യം എന്താണ്? ഈ മരണം. ഭയത്തിൻ്റെ അടിമത്തത്തിൽ തന്നെ ആര് മാറ്റും? മരണഭയത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും? ഈ ചോദ്യം മനുഷ്യരാശി യുഗങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. മരണം മാറ്റാൻ കെൽപ്പുള്ള ഒരൗഷധവും ലോകം കണ്ടുപിടിച്ചില്ല. മരണം മാറ്റാൻ അങ്ങനെ ഒരു ഔഷധം കണ്ടുപിടിക്കാത്തത് തെറ്റുമല്ല. കാരണം ദീർഘായുസിനും ചില പ്രശ്നങ്ങളുണ്ട്. അതിനടുത്ത കാലത്ത് വായിച്ചൊരു സംഭവം പറയാം. ഒരു മനുഷ്യന് ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ഗുരുവിനോട് പറഞ്ഞു, ഒരാഗ്രഹമുണ്ട്. എന്താ? എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല, എന്നും ജീവിക്കാനൊരു വഴി. ഗുരു പറഞ്ഞതിനൊരു വഴിയുണ്ട്. ഈ മലയുടെ അപ്പുറത്തൊരു തടാകമുണ്ട്. ആ തടാകത്തിൽ കുറേ വെള്ളമുണ്ട്. നീ ഒരു കവിൾ കോരി കുടിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഇയാൾ അവിടെ ചെന്നു, തടാകം കണ്ടു. ഈ വെള്ളം കോരി എടുക്കാൻ തുടങ്ങും. പിന്നെ ശബ്ദം, കൂട്ടുകാരാ, ചെയ്യരുത്, അപകടം. എന്തെറ്റി? ഒരു വൃദ്ധൻ ജരാനര ബാധിച്ച് ഇഴഞ്ഞവിടെ കിടക്കുക. അയാൾ പറഞ്ഞു, എനിക്കൊരു പറ്റി, ഞാനീ വെള്ളം കുടിച്ചു, പിന്നെ മരണം കിട്ടുന്നില്ല, ഭക്ഷണമില്ല, പരിരക്ഷയില്ല, ഞാനിങ്ങനെ മരണം കിട്ടുമോ എന്ന് കാത്തു കിടക്കുക. ഭക്ഷണവും പരിരക്ഷയില്ലാതെ, സ്നേഹം കിട്ടാതെ ഞാനിങ്ങനെ കിടക്കുക, മരിക്കുന്നില്ല. ഈ ഗതി ആർക്കും വരാതിരിക്കാൻ ഞാൻ പറയുക, നീ കുടിക്കില്ല, പൊക്കോ. അയാൾ തിരിച്ചു വന്നു. ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ, അത് വേണ്ട കേട്ടോ, പിന്നെന്ത് വേണം? എനിക്ക് വൃദ്ധനായിട്ട് വേണ്ട, നല്ല യൗവനക്കാരനായിട്ടൊന്നും ജീവിക്കണം, അത്രേ ഉള്ളൂ. അതിനും ഒരു മലക്കപ്പുറത്ത് വേറൊരു വെള്ളം കിട്ടും, പോയി കുടിച്ചാട്ടെ. നിത്യയൗവന. ഇയാൾ ചെന്നു. വെള്ളം കോരി കുടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു അരവാരം ധാരാളം ചെറുപ്പക്കാരിറങ്ങി വന്നു. അവരൊന്നും പറയുന്നില്ല. ഈ ബഹളം കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ തന്നറിയണ്ടേ, എല്ലാ യൗവനക്കാരാണ്. ആ യൗവനത്തിൻ്റെ ചുറുചുറുക്ക് കൊണ്ട് തമ്മിൽ അടിക്കുക, ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, ഏറ്റുമുട്ടുക. സ്ത്രീകളും ആൺകുട്ടികളൊക്കെ ഉണ്ട്, പുരുഷന്മാരെ ഒക്കെ ഉണ്ട്. ഇവർ തമ്മിൽ അലമ്പാണ്. വിഭവശേഷിക്ക് വേണ്ടി, ഇണകൾക്ക് വേണ്ടിയുള്ള തമ്മിലടി മരിക്കുന്നില്ല, ഈ ശരീരത്തോടെ നിൽക്കുക. അയാൾക്ക് മനസ്സിലായി, ഇതും ഈ രൂപത്തിലിരുന്നാലും പ്രശ്നമാണ്. മുറിവേറ്റവരാ മിക്കവാറും, അപകടങ്ങൾ പറ്റിയവരാ മിക്കവാറും. അപ്പം നമ്മൾ കണ്ടത് മരണം ഇല്ലെങ്കിലും അതൊരു ഭയമാണ്. അങ്ങനെ ജീവിക്കുന്നതിലും അർത്ഥമില്ല. മരണവും ഭയക്കുന്നു, ജീവിതത്തെയും ഭയക്കുന്നു. അതുകൊണ്ട് ആ ചില അന്യതാബോധം വന്ന, അല്ലെങ്കിൽ ചില പ്രായമുള്ള മനുഷ്യർ പറയുക, എനിക്കൊന്നും മരിക്കണം, പ്രാർത്ഥിക്കുക. ചെറുപ്പക്കാർ പറയുക, എനിക്ക് ജീവിക്കണം. ഇങ്ങനാണെങ്കിൽ ആർക്ക് ജീവിക്കണം? കുട്ടികളെ കണ്ടോ, കൊച്ചു കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. നിസാരങ്ങളായ കാര്യങ്ങൾ മതി മനുഷ്യൻ മരിക്കുന്നു. മരണഭീതി ചിലരെ അലതല്ലുന്നു. ഇത്തരം ഭീതികൾ നിലനിൽക്കുന്ന ഒരു ലോകത്ത് ശ്രദ്ധേയമായ, ആത്യന്തികമായ ഒരു സ്വാതന്ത്ര്യത്തിലെ വിളംബരമാ സുവിശേഷം. അതെന്താണെന്നറിയണ്ടേ? ഇത് വെറുതെ തരുന്ന നിത്യജീവനല്ല. ഒരിക്കലും മുഷിയാതെ, ഒരിക്കലും നമുക്ക് ജീവിത നിരാശകൾ വരാതെ, കണ്ണീരില്ലാതെ, വേദനയില്ലാതെ തൻ്റെ പുത്രനോടൊപ്പം യുഗായുഗങ്ങൾ നിത്യതയിൽ വസിക്കുന്ന മനോഹാരിത ലോകം സൃഷ്ടിച്ചിട്ട് ആ ലോകം നിനക്ക് സ്വായത്തമാക്കാമെന്ന വിളംബരത്തോടെ സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഈ പുത്രൻ വന്നിട്ട് മരണത്തിന് കാരണക്കാരനായ സാത്താന്റെ മീതെ ജയമെടുക്കാൻ, മരണത്തിന് മരണം വിധി എഴുതാൻ ക്രൂശിനെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ വന്ന് പ്രായച്ചിത്ത ബലിയായി തൻ്റെ രക്തത്താൽ നമുക്ക് പിതാവിനോട് നിരപ്പ് കൽപ്പിച്ച് ആ പിതൃസന്നിധിയിൽ നമ്മളെ ചേർക്കാനുള്ള ആ പ്രക്രിയയാണ് സുവിശേഷത്തിന്റെ വാഗ്ദത്തം. ഇതാ ക്രൂശിൽ നടന്നേ. ആ ക്രൂശിൽ നമുക്ക് സ്വാതന്ത്ര്യമുള്ളതായതെങ്ങനെ? അത് പറയാം. പ്രിയരെ, ചിലർക്കൊക്കെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു താളവും
അതിൽ കിട്ടുന്ന മറ്റു ചില സംതൃപ്തികളുണ്ട്. അതൊക്കെ വലിയ ഇഷ്ടമാണ്. പാട്ടും പ്രാർത്ഥനയൊക്കെ നല്ലതാണ് കേട്ടോ. കുട്ടികളുടെ പാട്ടൊക്കെ നന്നായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പാട്ട് ആസ്വദിക്കാൻ അവിടെ നിന്ന് കുറച്ച് നേരം. ചില പാട്ട് സഹിക്കാൻ വലിയ അവിടെ പാട്ടിനേക്കാൾ പാടാണ് ഈ പാട്ടുകാരുടെ കൂടെ ഒരുത്തൻ വന്നിട്ട് ഒരു അരപ്രസംഗം പ്രസംഗിക്കുന്നില്ലല്ലോ, പ്രസംഗമല്ല, ഈ കമൻ്ററി. ഇവിടെ ആത്മശക്തി വ്യാപിക്കുകയാണ്, ദൈവം ചിലരെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്, ചില ദൈവപ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, ചിലരെ തൊടുന്നു. ഇതന്നെയല്ലേ വള്ളംകളിക്കാരൻ അവിടെ പറയുന്നത്. പായ്പാട് ചുണ്ടൻ ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ ദേവറസിനെ പിന്തള്ളി മുന്നോട്ട് പോക്കും. ഈ കമൻ്ററി നിർത്ത്. ഒരു വള്ളപ്പാട് ദൂരം പൊക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്ത് കുഴപ്പം? നമ്മളിൻ്റെ ഭാഗമാകണ്ടേ? മനസ്സിലാവുന്നോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ തീരുമാനിച്ചൊരു കാര്യമാണ്, കൃത്രിമമായൊരു ശബ്ദം കൊണ്ട് ഒരു ഉണർവും ഉണ്ടാക്കില്ല. ദൈവം ഇടപെടാതെ ഒരു ഉണർവും, ഒരു ശബ്ദം വഴി ഉടലെടുക്കുന്ന ഒരു കൃത്രിമത്വവും പ്രയോഗിക്കാതെ തമ്പുരാനെ ആരാധിക്കണം. ഹൃദയം തുറന്ന് ദൈവത്തിന് കൊടുക്കണം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ തട്ടുന്ന നന്ദി ദൈവത്തിന് കരയറ്റണം. ഈ ഒരു അനുഭവത്തിലേക്കാണ് ആ സ്വാതന്ത്ര്യം നയിക്കുന്നത്. എൻ്റെ കാരണം പറയാം. ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇന്നലെ കൊട്ടിപ്പാടി തുള്ളി ഒരൊറ്റ മനുഷ്യനില്ല. പത്രോസ് പണ്ടേ പേടിച്ചു പോയി, അതുപോട്ടെ. പക്ഷെ ഒരാൾ പതുക്കെ ചെന്നു. യോഹന്നാനാ. ആ ചെറുപ്പക്കാരൻ ക്രൂശിൻ്റെ ചുവട്ടി നിൽക്കുമ്പോൾ 2-3 സ്ത്രീകളുണ്ട്. മഗ്ദലീന, മറിയ, നമ്മളറിയുന്ന കളയപ്പാവിൻ്റെ ഭാര്യ, ഇവരൊക്കെ ഉണ്ട്. 3-4 സ്ത്രീകളും. യോഹന്നാൻ എന്നൊരു കൊച്ചുകുട്ടി, ഒരു യൗവനക്കാരൻ. എന്തേ യോഹന്നാൻ, നീ മാത്രം ഇവിടെ നിന്നേ, ഒറ്റ ഒരാളും വേറെ ഇല്ല. അവൻ പറയും, ധൈര്യം കൊണ്ടല്ല, എൻ്റെ ഗുരുവിൻ്റെ കയ്യിലേക്ക് ആണയടിക്കുമ്പോൾ ഉള്ളം കിടക്കുന്നൊരു വേദന കാരണം. എത്രയാവർത്തി ആ കൈ നീട്ടി അവനെന്നെ തഴുകിയിട്ടുണ്ട്, ആ കൈ നീട്ടി തൊട്ടിട്ടുണ്ട്. അരുതേന്ന് പറയാൻ ആഗ്രഹമുണ്ടായിട്ടും പറയാൻ ത്രാണിയില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ അവൻ്റെ ഒപ്പം എന്ന് ലോകം മുഴുവൻ അറിയാൻ ഞാൻ അവൻ്റെ കൂടെ. ഇന്ന് രാത്രി അവൻ്റെ കൂടെ ആരുണ്ട്? ക്രൂശിക്കപ്പെട്ടവൻ്റെ കൂടെ ആരുണ്ട്? അപ്പം കൊടുക്കാൻ ആളുകൾ കാത്തു നിൽക്കുന്നിടത്ത് കൂടെ നിൽക്കുന്നതിലല്ല, യായിറോസിന്റെ മകൾ ഉയർക്കുന്നിടത്ത് ആരവാരം പുറപ്പെടുവിക്കുന്നിടത്തല്ല, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നമുക്ക് പറയാ, അങ്ങയുടെ കൂടെ ഞങ്ങൾ മരണം വരെ നിനക്കൊപ്പം നിൽക്കാനിതാ ഒരു ആത്മസമർപ്പണം. ഇന്ന് രാത്രി ഈ സമർപ്പണം എത്ര പേർക്കുണ്ട്? അതൊരു വിടുതലാ, അതൊരു സ്വാതന്ത്ര്യമാണ്. എന്താ കാര്യം എന്നറിയണ്ടേ? കുഞ്ഞേ, ഞാൻ ക്രൂശിക്കപ്പെടാം, ഞാൻ ബന്ധനസ്ഥനാ. ഈ മരക്കുരിശും ഇരുമ്പാണിയും എന്നെ പിടിച്ച് ചേർത്ത് വെച്ചിരിക്കുക. എൻ്റെ പ്രാണൻ വിട്ട് ശരീരം മണ്ണിൽ വെക്കുമ്പോൾ മണ്ണും എന്നെ മൂടും, ശവക്കുഴി അടയ്ക്കും, ഗുഹാമുഖം അടയ്ക്കും. എല്ലാം കൊണ്ടും ഞാൻ ബന്ധനസ്ഥനാ. സ്വാതന്ത്ര്യം കൊടുക്കാൻ വന്ന ഞാൻ ബന്ധനസ്ഥനാ. പക്ഷെ എനിക്ക് ആത്മാവിൽ ഇതിനെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ പിതാവിൻ്റെ നിയോഗമുള്ളത് കൊണ്ട് വചനം പറയാ, തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ പിതാവ് സമ്മതിച്ചില്ല. അവൻ ആത്മാവിൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി തടവിലുള്ള ആത്മാക്കൾ വിളിച്ചു പറയുക, എല്ലാ തടവും ഞാനിതാ റദ്ദ് ചെയ്യുന്നു, എല്ലാ അടിമത്തവും ഞാൻ റദ്ദ് ചെയ്യുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. അങ്ങനെ ആ പാതാളരന്ധ്രങ്ങളിൽ അധിവസിക്കപ്പെട്ട പൂർവികരുടെ ആത്മാക്കളെ ജീവിതത്തിലേക്ക് സമാഹരിച്ചുകൊണ്ട് പുത്രൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നതെങ്കിൽ മരണത്തിനിതാ റദ്ദ് കൽപ്പിച്ചുകൊണ്ട് അതിന്റെ വിധിപ്പുറപ്പാടിനെ മുഴുവൻ എന്നേക്കും നിരാകരിച്ചുകൊണ്ട് ജയമെടുത്ത പുത്രൻ നമ്മോടും വിളിച്ചു പറയുക, നിങ്ങൾക്കും സാധ്യം. ഈ രക്തത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സാധ്യം. ഇന്ന് മരിച്ചാൽ നിത്യത എവിടെയെന്ന അവബോധത്തിൽ നസ്രായനെ പിൻഗമിക്കാൻ ആർക്ക് മനസ്സുണ്ട്? കണ്ണുകളടച്ചാട്ടെ, പ്രാർത്ഥനയ്ക്ക് തയ്യാറായട്ടെ. ഇവിടം വിട്ടുപോകും മുമ്പ് എൻ്റെ വീടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, യേശു ചൈതന്യം അധിവസിക്കേണ്ടതിന് വേണ്ടി, ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച ജീവിത വഴികളിൽ കൂടുതൽ കരുത്തോടെ പോകേണ്ടതിന് വേണ്ടി, എൻ്റെ ഉള്ളിൽ ക്രിസ്തു വരേണ്ടതിന് വേണ്ടി, എൻ്റെ ഉള്ളിൽ ദൈവം ഇടപെടേണ്ടതിന് വേണ്ടി എനിക്കായി പ്രാർത്ഥിക്കണം. ഞാനൊന്ന് ഉറപ്പ് പറയാം,
അഭിഷിക്തന്മാർ ഈ സമാപന രാത്രി നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ശാന്തഗംഭീരമായി നിങ്ങൾ കേട്ട പ്രസംഗവും പാട്ടുമൊക്കെ ഇന്ന് നിങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുന്ന രാത്രിയാണ്. സകല അധികാരവും നൽകപ്പെട്ട ദൈവസാന്നിധ്യം നിങ്ങളുടെ സ്ഥിതിയെ മുഴുവൻ മാറ്റി, മക്കളുടെ സ്ഥിതിയെ മാറ്റി, കുടുംബത്തിൻ്റെ സ്ഥിതിയെ മാറ്റി, അടുത്തു മകളെയും വചനം കെട്ടവരുടെ കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകളെ മാറ്റി, മദ്യാസക്തിയുടെ തകർച്ചകളെ മാറ്റി, ആ അടിമത്തത്തെ മുഴുവൻ മാറ്റി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്ന ഒരു പുത്തൻ അനുഭവം ആർക്ക് വേണം? എനിക്കറിവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ആ സ്വാതന്ത്ര്യം കരഗതമാക്കിയവരാ. ഒരാളെങ്കിലും അത് കൂടാതെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. രണ്ടാമതായി, ഞാൻ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഞാൻ കണ്ടെത്തിയ സ്വാതന്ത്ര്യത്തിന് സാക്ഷ്യപത്രമായി എനിക്ക് പരമാവധി എൻ്റെ യേശുവിനെ കുറിച്ച് പറയണം. ആർക്കാഗ്രഹമുണ്ട്? മൂന്നാമതായി, എൻ്റെ ഉള്ളിൽ എവിടെയോ നീറുന്ന നൊമ്പരങ്ങളുടെ ഒരു കടലുണ്ട്. എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. ഭാരം എൻ്റെ മനസ്സിനെ അധിവസിക്കുന്നു. എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. വലിയ വ്യസനങ്ങളുടെ പെയ്യാതിരിക്കുന്ന ഒരു മഴ പോലെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന 100,000 അനുഭവങ്ങളിൽ കഴിയുന്ന ചിലരെങ്കിലും ഇന്ന് രാത്രിയുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു, അതിനെ മുഴുവൻ അഴിച്ചു മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം. ആർക്കാഗ്രഹമുണ്ട്? എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു സൗഖ്യം വേണം, എനിക്ക് അതിജീവിക്കണം, എനിക്ക് യേശുവിൻ്റെ പാതയെ അനുഗമിക്കണം, എനിക്ക് യേശുവിനോട് ചേരണം, അവിടുത്തെ കൽപ്പനകൾ പാലിക്കണം, സ്നാനമേൽക്കണം, ദൈവ പൈതലാകണം. ദൈവ പൈതങ്ങളാണെങ്കിൽ എനിക്ക് സാക്ഷ്യം പറയണം, രക്ഷിച്ചവനെക്കുറിച്ചുള്ള ആ നിർമ്മല സുവിശേഷം പറയണം, എനിക്ക് കൂടുതൽ പാടണം. 2026 എനിക്കെന്ത് കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ദൈവത്തിനായി എങ്ങനെ നിന്നു, എങ്ങനെ ശോഭിക്കാൻ പറ്റി എന്നുള്ള ഒരനുഭവത്തിലേക്ക് എനിക്ക് പോകണം. ആർക്കാഗ്രഹമുണ്ട്? ഒരു സമർപ്പണമെങ്കിലും ചെയ്തവർ മാത്രം, വചനം സ്പർശിച്ചവർ മാത്രം കരമുയർത്തിയാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ചില കരമുയർത്തുന്നു. ആത്മപ്രേരണയുള്ളവർക്ക് അങ്ങനെ കരമുയർത്താൻ അവസരം. ചില കരമുയർത്തുന്നു. വീണ്ടും ആരുണ്ട്? ചില കരമുയർത്തുന്നു. നന്നായിട്ട് ഉയർത്തിയാട്ടോ കരമുയർത്തുന്നവർ കണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും. ചില യൗവനക്കാർ കരമുയർത്തുന്നു, കുഞ്ഞുങ്ങൾ കരമുയർത്തുന്നു, സഹോദരിമാർ കരമുയർത്തുന്നു. കരങ്ങളെ താഴ്ത്തിട. ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാതെ വീടുകളിൽ അധിവസിക്കുന്നവരുണ്ട്. മരണത്തിൻ്റെ മുനമ്പത്ത് നിൽക്കുന്നവരെ, ജപ്തി ഭീഷണിക്ക് മുമ്പിൽ നിൽക്കുന്നവരെ, മാരക രോഗത്തിൻ്റെ വിധിയെഴുത്ത് കണ്ട് ഭയന്നുപോയവരെ, മരണം മുമ്പിൽ കാണുന്നവരെ, കുഞ്ഞിൻ്റെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നവരെ, നാളെയുടെ പ്രഭാതം എന്താകുമെന്ന് ചോദിച്ച് ഉറങ്ങാൻ കഴിയാത്തവരെ, യേശു നിങ്ങളെ തൊടുന്നു. കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുന്നു. ആത്മസാന്നിധ്യം നിങ്ങളിൽ വ്യാപരിക്കുന്നു. ഞാനൊരു വാക്കിൽ